السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ പ്രിയ രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ എല്ലാ മാസവും ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ റഹ്മാനായ റബ്ബിന്റെ വലിയ തൗഫീഖാണ്. അത് നിലനിൽക്കുവാനും നമ്മുടെ അടുത്ത തലമുറയിലേക്ക് ഈ വെളിച്ചത്തിന്റെ ദീപശിഖ കൈമാറുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിലും ഇങ്ങനെ ഒരുമിച്ച് കൂടുവാനും കണ്ടുമുട്ടുവാനുമൊക്കെ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കഠിനമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ധാരാളം സഹോദരി സഹോദരന്മാരുണ്ട്. റഹ്മാനായ റബ്ബ് ശിഫ നൽകുമാറാവട്ടെ. അത് മുഖേന അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കപ്പെടുമാറാവട്ടെ. സഹോദരങ്ങളെ, നമുക്ക് ഇവിടെ സംസാരിക്കാനുള്ള വിഷയം നാം നടത്തി വന്നുകൊണ്ടിരിക്കുന്ന ഫാമിലി കോൺഫറൻസിന് നാം നൽകിയിട്ടുള്ള തലവാചകമാണ്. വിശ്വാസ വിശുദ്ധി, സംതൃപ്ത കുടുംബം എന്നതാണ് ആ വിഷയത്തിന്റെ തലവാചകം. രണ്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. ഒന്ന്, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചാണ് അതിൻ്റെ ഒരു ഭാഗം. രണ്ടാമത്, നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിലും ഒന്നിച്ചിരിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്ന നമ്മുടെ കുടുംബത്തെക്കുറിച്ചാണ് അതിൻ്റെ രണ്ടാം ഭാഗം. നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അത് നമ്മൾ ഉപദേശിക്കുകയും ചെയ്യാറുണ്ട്. അടുക്കിലും ചിട്ടയിലും സമയവും കാലവും ആയുസ്സും കഴിവുമൊക്കെ പ്രയോജനപ്പെടുത്തി വിജയിച്ചവരെ കുറിച്ച് അഭിമാനത്തോടു കൂടി നമ്മൾ സംസാരിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മതപരമായ ജീവിതത്തിലും ഒരു അടുക്കും ചിട്ടയും അനിവാര്യമാണ്.
എപ്പോഴാണ് ഒരാൾക്ക് മതപരമായൊരു ചിട്ടയുണ്ടാവുക? അത് അയാളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ മതം ഗൗരവമായി പരിഗണിച്ചിട്ടുള്ള വിഷയങ്ങളെ ഗൗരവമായി തന്നെ കാണുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടി കൊണ്ടു നടക്കണമെന്ന് പറഞ്ഞ വിഷയത്തെ അതേ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവുക. വിശ്വാസ ജീവിതത്തിൽ പ്രവാചകന്മാർ വളരെ ഗൗരവത്തിലാണ് ഈ കാര്യങ്ങളെ നോക്കിക്കണ്ടിട്ടുള്ളത്. വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും ചിട്ട വേണ്ടുന്ന, അടുക്കും ചിട്ടയും വേണ്ടുന്ന ഒരു വിഷയം അത് തൗഹീദ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ ലക്ഷോപലക്ഷം ആളുകൾ മുസ്ലിമീങ്ങളായിട്ടുണ്ട്. അവരുടെ വിശ്വാസങ്ങളൊന്നും നമ്മെ സ്വാധീനിക്കാതെ 14 നൂറ്റാണ്ട് മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾക്കനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം കൊണ്ട് തന്റെ പ്രബോധന ജീവിതം കൊണ്ട് വളർത്തിയെടുത്ത ആ സലഫിന്റെ, സ്വഹാബത്തിന്റെ പവിത്രമായ ജീവിതം നമുക്കുണ്ടാവണം എന്ന ആഗ്രഹം നമുക്കുണ്ടായത്. അത് റഹ്മാനായ റബ്ബ് അവന്റെ മഹത്തായ ഫള് കൊണ്ട് നമുക്കവൻ നൽകി അനുഗ്രഹിച്ചതാണ്. അൽഹംദുലില്ലാഹ്. ഈ ഒരു തൗഹീദ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, ആ റഹ്മാനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന പരിശുദ്ധമായ വചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹം. ആ അനുഗ്രഹത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വിശ്വാസ രംഗത്ത് നമുക്ക് ഒരു അടുക്കും ചിട്ടയും ഉണ്ടായത്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശിച്ച ഒരു ഉപദേശമുണ്ട്. തന്റെ അബൂ ദർദാഇനെ ചേർത്ത് പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാ തുശ്രിക് ബില്ലാഹി ഷൈആ. അബൂ ദർദാ, താങ്കൾ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. വ ഇൻ ഖുത്തിഅത വ ഹുർരിഖ്. താങ്കൾ വെട്ടേൽക്കേണ്ടി വന്നാലും ആ ജനങ്ങളൊക്കെ കൂടി നിന്നെ തീയിലേക്ക് വലിച്ചെറിഞ്ഞാലും അബൂ ദർദാ, താങ്കൾ ഒരിക്കലും അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. കാരണം അത്രമാത്രം ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ് തൗഹീദ് എന്ന് പറയുന്നത്. നോക്കൂ, നിങ്ങൾ ഒരു പിതാവിന് മകനോടുള്ള കടമകൾ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. അത് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാമയുടെ ജീവചരിത്രം സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് നമ്മുടെ മക്കളോട് സംസാരിക്കാനുള്ള വിഷയങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ വിഷയം തൗഹീദാണ്. ലുഖ്മാൻ നബി അലൈഹിസ്സലാം പറയാ, വഇദ് ഖാല ലുഖ്മാൻ. ലുഖ്മാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു ലിഇബ്നിഹി, തന്റെ പൊന്നു മകനോട് പറഞ്ഞു, വഹുവ യഇദുഹു. ആ വാക്ക് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അദ്ദേഹം തന്റെ മകനെ ഉപദേശിക്കുകയായിരുന്നു. തന്റെ മകനോട് തന്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ള സതുപദേശം നൽകുകയായിരുന്നു. യാ ബുനയ്യ, പൊന്നുമോനെ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അളീം, തീർച്ചയായും ഷിർക്ക് എന്ന് പറയുന്നത് മഹാപാതകം തന്നെയാണ്. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ തെറ്റേതെന്ന് ചോദിച്ചാൽ അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. അത് മോനെ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തു പോകരുത്. ഒരു ഉപ്പ മകനോട് പറഞ്ഞതാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ ഈ തൗഹീദിന്റെ
പഠിതാക്കൾ മാത്രമല്ല, അതിന്റെ പ്രചാരകർ കൂടിയാണ്. അല്ലേ? നമ്മളൊക്കെ നമ്മുടെ കഴിവിൻ പടി ഈ ഒരു സന്ദേശം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതാണ്. ഈ നിഅമത്ത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴും സൗഭാഗ്യത്തെക്കുറിച്ച്, അനുഗ്രഹങ്ങളെ കുറിച്ച് പറയാറുണ്ട്, അല്ലെ? മക്കളുടെ വലുപ്പത്തെ കുറിച്ച് പറയാറുണ്ട്, നമ്മുടെ കച്ചവടത്തിന്റെ ഏണിങ്സിനെ കുറിച്ച് പറയാറുണ്ട്, അതിന്റെ ലാഭവിഹിതത്തെ കുറിച്ച് പറയാറുണ്ട്. നമുക്കുള്ള വാഹന സൗകര്യങ്ങൾ, വീടിന്റെ സൗകര്യങ്ങളൊക്കെ അഭിമാനത്തോടു കൂടി പറയാറുണ്ട്. അതൊക്കെ അനുഗ്രഹങ്ങൾ തന്നെയാണ്. നിഅമത്തും മിനല്ലാഹ്, അള്ളാന്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. പക്ഷേ ഈ ഇരിക്കുന്ന സഹോദരങ്ങളെ, അഭിമാനത്തോടു കൂടി നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അള്ളാഹുവിൽ പങ്കുചേർക്കാതെ അള്ളാഹുവിൽ വിശ്വസിക്കാൻ കഴിയുന്നു എന്നതാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകന്മാരുടെ കൂടെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഈ ഒരു ഹിദായത്ത് എന്നും നമുക്കും നമ്മുടെ തലമുറയിലും അള്ളാഹു എന്നും ഒരു പ്രകാശമാക്കി മറ്റുള്ളവർക്ക് കൂടി ലഭിക്കുമാറ് ജ്വലിപ്പിച്ചു നിർത്തുമാറാവട്ടെ. പ്രാർത്ഥിക്കണം കേട്ടോ. ഇതിന്ന് പെട്ടെന്ന് പോകാൻ പറ്റും. കാരണം പിശാചിന് ഇതിൽ നിന്ന് നമ്മെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ അവൻ എടുക്കുന്ന കുറെ ആയുധങ്ങളുണ്ട്. ആ ആയുധങ്ങൾക്ക് മുമ്പിലൊക്കെ തകർന്നു പോയ ആളുകളെ കാണാൻ പറ്റും. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ആ പ്രവാചകന് ഏറ്റവും കൂടുതൽ കുടുംബത്തിൽ നിന്ന് സ്നേഹിച്ച ഒരാള് അദ്ദേഹത്തിന്റെ പിതൃവ്യൻ അബൂ ത്വാലിബാണ്. ആ അബൂ ത്വാലിബ് പ്രവാചകന്റെ നുബുവത്തിന് മുൻപും പ്രവാചകന്റെ നുബുവത്തിന് ശേഷവും എന്ന് പറഞ്ഞാൽ മരിക്കുന്നതുവരെ നമുക്കറിയാം 42 വർഷമാണ് അബൂ ത്വാലിബ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തത്, സംരക്ഷണം കൊടുത്തത്. ആ അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലെ ആളുകൾ മുഴുവൻ ബഹിഷ്കരിച്ചു. അന്നം കൊടുക്കാൻ പാടില്ല, വെള്ളം കൊടുക്കാൻ പാടില്ല, കച്ചവടത്തിൽ പങ്കുചേർക്കാൻ പാടില്ല, ഒരു സാധനം ഒരു നിലക്കും ഈ കുടുംബത്തിന്, മുഹമ്മദിനും കുടുംബത്തിനും കൊടുക്കാൻ പാടില്ല. ഉപരോധം ഏർപ്പെടുത്തി. അബൂ ത്വാലിബിന്റെ ഒരു മലഞ്ചെരിവുണ്ടായിരുന്നു, അവിടേക്കാണ് ആട്ടിറക്കപ്പെട്ടത്. കൂടെ ആര് പോയെന്നറിയോ? അബൂ ത്വാലിബ് പോയിട്ടുണ്ട്. അബൂ ത്വാലിബ് ഒറ്റക്കല്ല, കുടുംബസമേതമാണ് പോയത്. പ്രവാചകന്റെ അത്ര തന്നെ പ്രായമുള്ള 2 മക്കളുണ്ടായിരുന്നു അക്കാലത്ത് അബൂ ത്വാലിബ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശന്ന് പ്രയാസപ്പെട്ട്, എല്ലാവരും പ്രയാസപ്പെട്ട് കിടക്കുമ്പോ പ്രവാചകൻ എവിടെയെങ്കിലും ചുരുണ്ട് കിടക്കുന്നുണ്ടാവും. ആ പ്രവാചകനെ അവിടെ നിന്ന് മാറ്റിക്കിടത്തി സ്വന്തം മകനെ അവിടെ കിടത്തിക്കൊണ്ട് അബൂ ത്വാലിബ് കാവൽ നിൽക്കുമായിരുന്നു. എന്തിനെന്നറിയുമോ? തന്റെ മകൻ നഷ്ടപ്പെട്ടാലും താനേറെ സ്നേഹിക്കുന്ന മുഹമ്മദ് കൊല്ലപ്പെടാൻ പാടില്ല. പ്രവാചകന്റെ അടുത്ത് ജിബ്രീൽ വരുന്നത്, പ്രവാചകന് വഹി ലഭിക്കുന്നത്, പ്രവാചകന്റെ പരിശുദ്ധി, പ്രവാചകന്റെ നിഷ്കളങ്കത, പ്രവാചകന്റെ വിശ്വസ്തത എല്ലാം അബൂ ത്വാലിബിന് ബോധ്യപ്പെട്ടിരുന്നു. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനുള്ള തൗഫീഖ് മാത്രം ലഭിച്ചില്ല. കാരണം റിയാ മാത്രമായിരുന്നു. തൻപോരിമ, തന്റെ തറവാട്, തന്റെ സ്ഥാനം, തന്റെ മഹിമ. പ്രവാചകൻ പൊട്ടി കരയുന്നുണ്ട്. പ്രവാചകൻ സങ്കടപ്പെട്ടു പോയി. അബൂ ത്വാലിബ് മരിക്കുകയാണ് എന്ന് ബോധ്യപ്പെട്ടു പ്രവാചകന്. അദ്ദേഹം ഓടി വന്നു, കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. തന്റെ താടി മുഴുവൻ നനഞ്ഞ് പ്രവാചകൻ അതീവ വിഷണ്ണനായി സങ്കടത്തോടു കൂടി തലയുടെ ഭാഗത്ത് വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബീ ത്വാലിബിനോട് പറഞ്ഞു, ഖുൽ, ഒന്ന് പറയോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ തൗഹീദിന്റെ ശബ്ദം ഒന്ന് പറയോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് പറയോ, അശ്ഫഉ ലക ബിഹാ യൗമൽ ഖിയാമ, ആ ഒരൊറ്റ വാക്കുകൊണ്ട് എനിക്ക് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ താങ്കൾക്ക് വേണ്ടി ശഫാഅത്ത് പറയാമല്ലോ എന്നാണ്. പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഞാൻ എന്റെ പൂർവിക മതത്തിൽ തന്നെ അവസാനിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് മരിക്കുകയാണ്. എന്തേ?
ആ അബൂ ത്വാലിബിന് കിട്ടാത്ത പ്രവാചകനെ കണ്ട് ജിബ്രീൽ വരുന്നത് അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ, തന്റെ കുടുംബത്തിൽ നിന്ന് ഏറ്റവും അഭിമാനാർഹമായ നേട്ടമുള്ള പ്രവാചകത്വം ലഭിച്ച തന്റെ മകനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ വിശ്വാസത്തോടു കൂടി അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആ മനുഷ്യന് കിട്ടാത്തതാ നമുക്ക് കിട്ടിയത്. ആദ്യത്തെ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം അല്ലേ? അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മകൻ കൻആനിനും കിട്ടാത്ത മഹാസൗഭാഗ്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ്. പ്രിയ സഹോദരങ്ങളെ, അതിന്റെ മഹത്വവും അതിന്റെ ശ്രേഷ്ഠതയും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് പറയാനാണ്. നോക്കൂ നിങ്ങൾ, എന്നാൽ ഹിദായത്ത് എളുപ്പം കിട്ടും. ആർക്കെന്നറിയോ? നിഷ്കളങ്കമായ മനസ്സുള്ള ആളുകൾക്ക്. പ്രവാചകന് നുബുവത്തും കിട്ടി, പ്രവാചകത്വം കിട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരു 11ാമത്തെ വർഷത്തിൽ ഒരു യാത്ര പോവുകയാണ്. അങ്ങനെ യാത്ര പോയപ്പോ ഒരു പ്രദേശത്തിറങ്ങി, മരുഭൂമിയാണല്ലോ, അവിടെ പ്രദേശത്തിറങ്ങി ളുഹർ ബാങ്ക് കൊടുക്കണ സമയമായി. അപ്പൊ പ്രവാചകൻ ബിലാൽ ഇബ്നു റബാഹിനോട് പറഞ്ഞു, ബാങ്ക് കൊടുക്കും. അതീവ സൗന്ദര്യത്തോടു കൂടി ബാങ്ക് വിളിക്കപ്പെട്ടു. അപ്പോ അവിടെ കുറച്ചപ്പുറത്ത് പ്രവാചകനെ ഏറെ വെറുത്തിരുന്ന അബൂ മഹ്ദൂറയുണ്ടായിരുന്നു. അബൂ മഹ്ദൂറ തന്റെ ഒപ്പമുള്ള ആളുകളെ, കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ബാങ്കിനെ കളിയാക്കി ബാങ്ക് വിളിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ ശ്രദ്ധിച്ചു. പക്കൂട്ടത്തില് ഒരാളുടെ നല്ല ശബ്ദം പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും വിളിച്ച്, നിസ്കാരമൊക്കെ കഴിഞ്ഞ് വിളിച്ചിട്ട് എല്ലാവർക്കും ദേഷ്യമാണ് നബിനോട്. പ്രവാചകന്റെ അടുത്ത് വന്നവരൊക്കെ, എന്നിട്ട് അവരോടൊക്കെ നന്നായി ബാങ്ക് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അബൂ മഹ്ദൂറ ആ പ്രവാചക സവിധത്തിൽ വെച്ചുകൊണ്ട് ബാങ്ക് വിളിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മഹ്ദൂറയെ പ്രശംസിക്കുന്നുണ്ട്. നല്ല ശബ്ദമാണ്. നോക്കൂ നിങ്ങൾ, അതുവരെ വെറുത്ത് അറച്ച് പ്രവാചകനെ കണ്ടാൽ കല്ലെറിയണമെന്നും തിരിഞ്ഞോടണമെന്നും ആഗ്രഹിച്ചു പോയ ആ അബൂ മഹ്ദൂറ പ്രവാചക സവിധത്തിൽ വന്ന് കണ്ണുകൾ വെള്ളം നിറച്ച് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല്. കണ്ടിട്ട് സെക്കൻഡുകളെ ആയുള്ളൂ, കണ്ടിട്ട് സെക്കൻഡുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ അല്ലേ, അത്രയല്ലേ ഉള്ളൂ. ആ അബൂ മഹ്ദൂറ പ്രവാചകന്റെ ബാങ്കുകാരനായി മാറി. മക്കയിൽ ബിലാൽ ഇബ്നു റബാഹ് 1ാമത്തെ ബാങ്ക് വിളിക്കും. അപ്പൊ ആളുകളോടൊക്കെ പറഞ്ഞു, അത് നിങ്ങൾ നിസ്കരിക്കണ്ട, ഒരുങ്ങി വന്നാ മതി. അബൂ മഹ്ദൂറ ബാങ്ക് വിളിക്കും, അപ്പൊ നിങ്ങൾ നിസ്കരിക്കാൻ വരണം. റസൂലുള്ളാഹിന്റെ ബാങ്കുകാരനായിരുന്നു അബൂ മഹ്ദൂറ. സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയ ആളാണ്. പക്ഷേ ഖുർആനിന്റെ ഒരു ആയത്ത് അതങ്ങ് കേട്ടപ്പോ, അതങ്ങ് മനസ്സിലേക്ക് ഒരു ഇടിവാള് പോലെ കടന്നു പോയപ്പോ ആ നിഷ്കളങ്കതയിലേക്ക് റഹ്മാനായ റബ്ബ് കൊടുത്ത അനുഗ്രഹമാണ് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഹിദായത്ത് അല്ലേ. ദാറുൽ അർഖമിലേക്ക് യഥാർത്ഥത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വരവ് കണ്ടപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് പേടിച്ചു പോയിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു ഭയന്നു പോയിട്ടുണ്ട്. ഉമർ വരവ് ശരിയല്ല കേട്ടോ നബിയെ, ഉമറിന്റെ വരവ് ശരിയല്ല കേട്ടോ. ദാറുൽ അർഖമിലേക്കാണ് വരവ്. ആ ദാറുൽ അർഖമിൽ എത്തിയപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, എന്റെ ശരീരത്തിൽ ചവിട്ടാതെ പ്രവാചകരെ താങ്കൾ അടുത്തേക്ക് എത്തൂല. ഹംസ റളിയല്ലാഹു അൻഹു അതെന്നെ പറഞ്ഞു. പക്ഷേ ഉമറിന്റെ ഭാവം കണ്ടപ്പോ അവർക്ക് മനസ്സിലായി, ഉമറിനെ അകത്തേക്ക് കടത്തിവിടും. നോക്കൂ നിങ്ങൾ, ആ സമാഗമം എന്ത് സുന്ദരമായിരിക്കും. പ്രവാചകൻ കരഞ്ഞു എന്നാ പറഞ്ഞേ, പ്രവാചകൻ ചേർത്തണച്ചു പിടിച്ചു. ചുറുചുറുക്കുള്ള ഉമർ ഇബ്നുൽ ഖത്താബിനെ ചേർത്ത് പിടിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നങ്ങ് പറഞ്ഞു. പറഞ്ഞിട്ട് ചേർത്ത് കരച്ചിലൊക്കെ വേറിട്ടിട്ട് നബിനങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അണച്ചു പിടിച്ചിട്ട് നബിനോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ താങ്കൾ കൊണ്ടുവന്ന് സത്യല്ലേ? അതെ സത്യം. പിന്നെ എന്തിന് നമ്മൾ പേടിക്കണം? എന്തിനു പേടിക്കണം? ഹംസ റളിയല്ലാഹു അൻഹു വിളിച്ചു, ഹംസ നിക്ക്, നീ ഇവിടെ വലത് സൈഡിൽ ഞാനുണ്ടാകും.
ആ ദാറുൽ അർഖമിൽ ഉണ്ടായിരുന്ന ഏതാനും പേരെ കൂട്ടി ആ മലഞ്ചെരുവിലൂടെ മെല്ലെങ്ങനെ കഅബാലയത്തിന്റെ അടുത്തേക്ക് വരിക. ആ കഅബാലയത്തിന്റെ അടുത്ത് വരുമ്പോ ഖുറൈശികളൊക്കെ ഭയപ്പെട്ടു പോയി, ഭയവിഹ്വലരായി. കഅബയോട് ചേർന്ന് നിന്ന് ഉമർ പറഞ്ഞു, ഞാൻ വിശ്വാസിയായിട്ടുണ്ട്, ഞാൻ കലിമ ചൊല്ലിയിട്ടുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞു എന്തിനറിയോ? അത്ര മഹത്തരമായ, പവിത്രമായ, പരിശുദ്ധമായ, ഖാലിസായ ഒരു മനസ്സിന് മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന, നിഷ്കളങ്കതയ്ക്ക് മാത്രം സ്വീകരിക്കാൻ കഴിയുന്ന, പൈശാചികമായി തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്നവർക്ക് മാത്രം ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു വെളിച്ചമാണ് തൗഹീദ് എന്നുള്ളത്. ചരിത്രത്തിൽ ഒരു ഏടുണ്ട് സഹോദരങ്ങളെ. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് തന്റെ 9ാമത്തെ 7 വയസ്സായപ്പോഴേക്ക് ഖുർആൻ മനഃപ്പാഠമാക്കി അന്ന് ലഭിക്കാവുന്ന അദ്ദേഹം ഗുരുവായി സ്വീകരിച്ച ഇമാം മാലിക്കിന്റെ മുവത്ത അടക്കം പഠിച്ച് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുക. ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എനിക്ക് മക്കയിലേക്ക് പോകണം, ഇമാം മാലിക്കിന്റെ ശിഷ്യത്വം കിട്ടണം. അദ്ദേഹം ഇമാം മാലിക്കിനെ തെരഞ്ഞ് ഇമാം ഷാഫിഈ കടന്നു ചെല്ലുക. അവിടെ ചെന്നപ്പോ ഇമാം മാലിക്കിന്റെ ദർസിൽ ആള് കൂടുതലാണ്, എല്ലാ വക്തിനും ക്ലാസ് ഉണ്ട്. ഇമാം മാലിക് പറഞ്ഞു, ഇനി ഒരാളെങ്കിലും ഉൾക്കൊള്ളാനുള്ള ശേഷി എനിക്കില്ല. ആഗ്രഹിച്ച് ദീർഘമായി യാത്ര ചെയ്ത് ആ പൊന്നുമ്മ നൽകിയ ഭക്ഷണവും ചെറിയ നാണയങ്ങളും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഇമാം ഷാഫിഈ തനിക്കൊരു ശിഷ്യത്വം കിട്ടുവാൻ വേണ്ടി 2 പരീക്ഷണങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ 2 പരീക്ഷകൾക്ക് ഉത്തരം നൽകുക. ഖുർആൻ ഓതിക്കൊടുത്തു, അതീവ സൗന്ദര്യത്തോടുകൂടി ഖുർആൻ ഓതിക്കൊടുത്തു. എന്നിട്ട് ഇമാം മാലിക്കിന്റെ മുവത്ത എന്ന ഗ്രന്ഥം ആദ്യ അവസാനം ഇങ്ങനെ ചൊല്ലിക്കൊടുത്തു. അക്ഷരത്തെറ്റില്ലാതെ സ്ഫുടമായി ഒരു കൗമാരം വിട്ട യുവത്വത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതന്റെ ശബ്ദമാണ് ഇമാം മാലിക് കേൾക്കുന്നത്. ഇമാം മാലിക് പറഞ്ഞൊരു വർത്തമാനമുണ്ട് അവിടെ ഇമാം ഷാഫിഈനോട്. ഷാഫിഈ, ആ വിളിക്കൊരു വല്ലാത്ത മധുരമുണ്ട്. എന്താ പറഞ്ഞാലോ, ശിഷ്യത്വം കിട്ടിയോ കിട്ടിയില്ലെന്നില്ല, കുറെ കാലം പിന്നീട് അദ്ദേഹം ആ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുണ്ട്. ഇമാം ഷാഫിഈയോട് പറഞ്ഞു, ഷാഫിഈ, നിന്റെ മനസ്സിൽ ഞാനൊരു വെളിച്ചം കാണുന്നു, ജ്വലിക്കുന്ന ഒരു പ്രകാശം കാണുന്നു. ആ പ്രകാശത്തെ നീ കെടുത്തിക്കളയരുത്, നീ തല്ലിക്കെടുത്തരുത്. എങ്ങനെ നിന്റെ മനസ്സിന്റെ പ്രകാശം കെട്ടുപോകുക? നിന്റെ മനസ്സിന്റെ പ്രകാശം കെടുക എന്ന് പറഞ്ഞാൽ നീ തിന്മകൾ ചെയ്യലാണ്, തെറ്റുകൾ ചെയ്യലാണ്, ഹറാമുകൾ ചെയ്യലാണ്, ഹറാമുകൾ കേൾക്കലാണ്, പറയലാണ്. അങ്ങനെ ഹറാമുകളിലേക്ക് നിന്റെ മനസ്സ് പോയാൽ നിന്റെ മനസ്സിലുള്ള വെളിച്ചം കെട്ടുപോകും എന്ന് ഇമാം മാലിക് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ഇമാം മാലിക് ഇമാം ഷാഫിഈ എന്ന ആ കൗമാരം വിട്ട യുവാവിനോട് സംസാരിച്ചത് എങ്കിൽ അതേ വർത്തമാനമാണ് അല്ലാഹ് പറയുന്നത്. വിശ്വാസ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ സംരക്ഷിച്ചാൽ മാത്രം കിട്ടുന്നതാണ്, അല്ലെങ്കിൽ കിട്ടൂല. സഹാബത്തൊക്കെ വല്ലാതെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് എല്ലാവർക്കും ഇത് ലഭിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? മക്കയിലും മദീനയിലൊക്കെ നമ്മൾ പോകാറുണ്ടല്ലോ, ഹജ്ജിനും ഉംറക്കൊക്കെ. നമ്മളൊക്കെ ചിലപ്പോൾ ആഗ്രഹിച്ചു പോകും. അവിടെ ഖബർസ്ഥാനൊക്കെ കാണുമ്പോൾ കുറെ സഹാബികളെ ഖബർ അവിടെ ഉണ്ടാകുമല്ലോ. യഥാർത്ഥത്തിൽ വിരലെണ്ണാവുന്ന, അല്ലേ, ഉഹുദ് പോയ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പുറത്ത് മക്കത്ത് വന്നാലേ ഖദീജ ബീവിയുടെ കുറെ ആൾക്കാരത് അറിയും, കുറെ ആൾക്കാരത് അറിയില്ല. എന്നാൽ മഹാഭൂരിപക്ഷം 10,000-കണക്കിന് സഹാബത്ത് എവിടെ മറമാടപ്പെട്ടത്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ഈ ഒരു വെളിച്ചത്തെ അവർ പ്രസരിപ്പിക്കുകയായിരുന്നു. അവരുടെ ജീവിത വിശുദ്ധി കൊണ്ടും അവർ ഈ ദീനിനെ സ്നേഹിച്ചത് കൊണ്ടുമാണ് അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെപ്പിലെ മുതല് പോലെ അടച്ചു വെക്കാനുള്ളതല്ല, അത് തുറന്നു വെക്കണം. നോക്കൂ നിങ്ങൾ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം വീട്ടിലേക്ക് വരിക, വിശ്വാസമൊക്കെ സ്വീകരിച്ച് പ്രവാചകന്റെ സവിധത്തിൽ നിന്ന് മരത്തേക്ക് വന്നു. ഉമ്മ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിച്ചില്ല, ചീത്ത വിളിച്ചു, കുറെ ചീത്ത വിളിച്ചു. അപ്പോഴൊന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിന്മാറുന്നില്ല. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഉമ്മാനോട് സംസാരിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ്, നിങ്ങൾ ആ പ്രവാചകനെ അംഗീകരിക്കണം, ഈ വിശുദ്ധമായ മതത്തിലേക്ക് നിങ്ങൾ വരണം. അപ്പോ അബൂ ഹുറൈറ പിന്മാറൂലെന്ന് കണ്ടപ്പോ അടവൊന്ന് മാറ്റി ഉമ്മ. എന്താ അടവെടുത്തറിയോ? പ്രവാചകൻ തെറി വിളിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനാവശ്യം പറയാൻ തുടങ്ങി. അത് കേട്ടപ്പോ സഹിക്കവയ്യാതെയായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ. വയലും ഉപദേശവും പ്രാർത്ഥന ഒന്നും ഫലിക്കാതെ പോയ പോലെ തോന്നി. അങ്ങനെ വൈകുന്നേരം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ശബ്ദത്തിലേക്ക് വരിക. പ്രവാചകന്റെ അടുത്ത് വന്നു. ആ മുഖം കണ്ടപ്പോ തന്നെ പ്രവാചകന് തോന്നി. പ്രവാചകൻ സംസാരിച്ചു. അപ്പൊ പറഞ്ഞു, നബിയേ, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കൂ, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കൂ എന്റെ ഉമ്മാക്ക് വേണ്ടി. എന്റെ ഉമ്മ വിശ്വസിക്കണില്ല എന്ന് മാത്രല്ല, ഇപ്പോഴൊരു പ്രശ്നം എന്താ വെച്ചാൽ എന്റെ പ്രവാചകൻ ചീത്ത വിളിക്കുന്നു. ആ മകന്റെ വേദനയും ആ ദാഇയുടെ ആഗ്രഹവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇഹ്ദി ഉമ്മി അബീ ഹുറൈറ. അബൂ ഹുറൈറയുടെ ഉമ്മക്ക് അല്ലാഹുവേ നീ ഹിദായത്ത് കൊടുക്കണേ. തിരിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെന്നപ്പോ വളരെ ശാന്തമാണ് ഉമ്മ. പുഞ്ചിരിച്ചാണ് സ്വീകരിച്ചത്. സമാധാനായി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കലിമ ചൊല്ലിക്കൊടുത്തു, മുസ്ലിമായി. ഒരു പ്രാർത്ഥന, ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പടച്ചോനെ, റഹ്മാനെ, ഇവർക്കൊന്നും കൊടുക്കാത്തത് എനിക്ക് നീ തന്നല്ലോ റബ്ബേ, അതുകൊണ്ട് അല്ലാഹുമ്മ ഇഹ്ദി, റഹ്മാനെ ഹിദായത്തിലാക്കണമേ, സന്മാർഗത്തിലാക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം, നമുക്ക് അധ്വാനിക്കാൻ പറ്റണം, നമുക്ക് ഇഖ്ലാസ് ഉണ്ടാവണം. എന്താ അത്ര ഗൗരവത്തിൽ ഈ വിഷയം പറയാൻ കാരണം എന്താ അറിയോ? ശിർക്ക് ചെയ്താലേ പിന്നെ ആരെന്ത് സൽക്കർമ്മം ചെയ്താലും അല്ലാഹു സ്വീകരിക്കൂല. ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം. വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ? ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. തൗഹീദ് പറയുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ആയത്താണ്, നമുക്ക് കാണാതെ അറിയുന്ന ആയത്താണ്. പക്ഷേ ഈ എന്റെ കൂടെയുള്ള ആളുകൾക്ക് പടച്ചോനെ ഈ വെളിച്ചം കിട്ടാതെ പോയ നരകത്തിലാകൂല. അങ്ങനെ ചിന്തിച്ചിരിക്കണേ നമ്മൾ സലഫികളാണ്. ഇന്ന് ഈ ക്ലാസ് കേൾക്കുമ്പോ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ ഒരു പരിഭാഷ എന്റെ ഇങ്ങളും കൈകൊണ്ട് എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ധാരാളം പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട് അല്ലെ, ധാരാളം. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഈ മലപ്പുറം ജില്ലയിൽ തൗഹീദിന്റെ പ്രഭാഷണങ്ങളും മുഖാമുഖങ്ങളും തസ്ഫിയകളും ഫാമിലി കോൺഫറൻസുകളും തുടങ്ങി 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 നൂറുകണക്കിന് പ്രോഗ്രാമുകളാണ്. എല്ലാം നമ്മളെ പണം കൊണ്ട. ശരി, ആ പണം കൊടുക്കുന്നു, നമ്മൾ അധ്വാനിക്കുന്നു, എന്നിട്ടൊന്ന് സ്വകാര്യമായിട്ട് തിരിഞ്ഞു നോക്കി നമുക്ക് അള്ളാന്റെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റിയത് എന്തൊക്കെ നമ്മളെ കയ്യിലുണ്ട്. ഒരു 10 പരിഭാഷ ഈ 60 വയസ്സിനിടയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പറയാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഒരു സഹോദരി, കുടുംബത്തിൽപ്പെട്ടൊരു സ്ത്രീയാണ്. അപ്പൊ അവര് ദഅവത്തിനെ പറ്റി തൗഹീദ് മനസ്സിലാക്കിയപ്പോ അവരെ മനസ്സിൽ വല്ലാത്ത വിഷമം. ആ വിഷമം എന്താ വെച്ചാല് തന്റെ വീട്ടിൽ പണിക്ക് വരുന്ന ഒരു 5-8 അയൽവാസികളായ സഹോദരിമാരുണ്ട്. മുസ്ലിമും ഉണ്ട് അമുസ്ലിമും ഉണ്ട്. ഇവർക്ക് ഞാനെല്ലാം കുറെ കാലമായിട്ട് കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവർക്ക് കൂലി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ മനസ്സിലാക്കിയത് അവരോട് പറഞ്ഞിട്ടില്ല. എന്താ കാട്ടാൻ? അപ്പോ ജീവിതം എന്തിനു വേണ്ടി ഇതിലെ പുസ്തകം ഉണ്ടല്ലോ, അത് കുറെ അങ്ങോട്ട് കൈ കൊടുത്ത് വൈകുന്നേരം പണിയറി പോകുമ്പോ ഈ പുസ്തകം കൊടുത്ത്, എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആകാൻ വേണ്ടി അവര് പറയാ എനിക്ക് രാത്രി ഉറക്കം വന്നില്ല, കാരണം ഇത് കൊണ്ടുപോയാൽ എന്തെങ്കിലും ഒരു വിവരം അവിടെ ഉണ്ടാകുമല്ലോ. അപ്പോ രാവിലെ വന്നപ്പോ ചിലവരൊക്കെ ചിരിക്കുന്നുണ്ട്, ചിലവരും ചിരിക്കുന്നില്ല. ഇജാ തന്നെ ഞാൻ അടുപ്പ് കിട്ടുക, ഒന്നും മുണ്ടില്ല. വൈകുന്നേരം പണി മാറി പോകുമ്പോ ഒരുത്തി പറഞ്ഞു, അമുസ്ലിമ,
നോക്കിട്ടോ, ആ എഴുതി തന്നതിന്റെ ഫുള്ളുള്ള പുസ്തകം ഉണ്ടോ? ഖുർആനൊന്നും അറിയില്ല. ഒരു പരിഭാഷ കൊടുത്തു. ഈ ഹജ്ജിനും ഉംറക്കൊക്കെ പോയാൽ നമുക്ക് അവിടുന്ന് കിട്ടുമല്ലോ. പെരയിൽ വെറുതെ ഇരിക്കുക. 32 ഉണ്ട്. എടുത്തു കൊടുത്തു. സഹോദരങ്ങളെ, ഞാനത് പറഞ്ഞെന്തിനാരോ, കേൾക്കുമ്പോ ചെറുതാണെന്ന് തോന്നുന്നു. പക്ഷേ ഒരു 48 മണിക്കൂർ കൊണ്ട്, ഒറ്റ വർത്തമാനം കൊണ്ട്, ഒരു ലഘുലേഖ കൊണ്ട് അള്ളാന്റെ ഖുർആനിന്റെ പരിഭാഷ ഒന്ന് നീർത്തി നോക്കാൻ ഒരു അമുസ്ലിമിനെ പ്രേരിപ്പിക്കാൻ 10ാം ക്ലാസ്സിൽ താഴെ വിദ്യാഭ്യാസമുള്ള ഈമാനുള്ള ഒരു പെണ്ണിന് കഴിഞ്ഞുവെങ്കിൽ ഞാനുങ്ങളും ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ തൗഹീദ് മനസ്സിലാവുക എന്നതാണ്. ആ തൗഹീദ് നമ്മുടെ നാട്ടിൽ വെളിച്ചമായി കത്തിച്ചു വെക്കാനാണ് പ്രവാചക തുല്യരായി റഹ്മാനായ റബ്ബ് നമ്മെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടി എന്ത് അധ്വാനമാണ് ചെയ്തു കൂട്ടിയിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആ മേഖലയിൽ നമുക്കുള്ള സമ്പാദ്യം എന്താണ് ഉള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് ഇത്ര ഗൗരവം എന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ നന്മകളുണ്ടോ ആ നന്മകളൊക്കെ ഫലപ്രദമായി തീരണമെങ്കിൽ, അള്ളാഹുവിങ്കൽ സ്വീകാര്യമായി തീരണമെങ്കിൽ ഷിർക്കിൽ നിന്ന് മോചിതമായിരിക്കണം. ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഹറാമാക്കുന്ന, സ്വർഗം നിഷിദ്ധമാക്കി തീർക്കുന്ന കാര്യമാണ് ഷിർക്ക് എന്നുള്ളത്. മാത്രമല്ല, ഒരിക്കലും അവന് സ്വർഗത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല. നരകത്തിലേക്ക് തന്നെയാണ് അവന് മടങ്ങിപ്പോകാനുള്ളത്. പശ്ചാത്തപിച്ച് തിരിച്ചു നടത്താൻ നമുക്ക് പറ്റണം. അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ 48-ാമത്തെ ആയത്തിലൂടെ ഓതി പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു ശിർക്കല്ലാത്ത ഏതൊരു പാപത്തെയും അല്ലാഹു ചിലപ്പോ നമ്മുടെ മനസ്സിന്റെ പശ്ചാത്താപത്തിന്റെ ഒക്കെ മാനദണ്ഡത്തിൽ അല്ലാഹു നമുക്ക് പുറത്തു തരും. എന്നാൽ ശിർക്കുണ്ടല്ലോ, അത് അല്ലാഹു ഒരാൾക്കും പുറത്തു കൊടുക്കൂല. അതുകൊണ്ട് ഈ തൗഹീദ് മനസ്സിലാക്കി വിശ്വാസ വിശുദ്ധി എന്ന നമ്മുടെ ഈ പ്രഭാഷണത്തിന്റെ 1-ാമത്തെ ഭാഗത്തിൽ ആ വിശുദ്ധമായ വിശ്വാസം ലഭിച്ചിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യത്തിൽ നമ്മുടെ ജീവിതത്തെ പ്രയോജനപ്പെടുത്തണം. കാരണം എന്താ പറയുക, പണ്ടൊക്കെ നമ്മൾ മുജാഹിദ് പ്രസ്ഥാനം ഈ മലയാളക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോ ഷിർക്കും ബിദ്അത്തൊക്കെ ഇല്ലാതെയായി എന്നാണ് നമ്മൾ പറയാറുള്ളത്, അല്ലേ? ശരിയാണ്. പക്ഷേ ഇന്നത് മെല്ലെ മെല്ലെ കൂടി വരുന്നുണ്ട്. മെല്ലെ മെല്ലല്ല, അതിവേഗത്തിലാണ് കൂടി വരുന്നത്. അതിവേഗത്തിലാണ്. പ്രവാചകന്റെ ആസാറുകൾ, അടയാളങ്ങൾ ഇല്ലെന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ എഴുതി വെക്കപ്പെട്ടതാണ്. പക്ഷേ പ്രവാചകന്റെ മുടിയാണെന്ന് പറഞ്ഞ് ഒരു കെട്ട് മുടി കൊണ്ടെന്ന് വെച്ചാൽ അതിന്റെ ബർക്കത്തെടുക്കാൻ ആളുണ്ട്. മരിച്ചവർ കേൾക്കൂല. മരിച്ചവർ കേൾക്കൂല. നിങ്ങൾ അത്ര ചോദിച്ചിട്ടും കാര്യമില്ല. ഖുർആനിലെ നസ്സാൻ. എന്നാല് CM മടവൂരാണ് അള്ളാന്റെ പണിയെടുത്തോണ്ടിരിക്കുന്നതെന്ന് പറയാൻ ഒരു പേടിയില്ല. എന്റെ മണ്ണാർക്കാട് ഒരു തങ്ങള് പുതുതായി ജനിച്ചു. ഫാത്തിഹ സൂറത്ത് ശരിക്കും ഓതാൻ അറിയില്ല. പക്ഷേ നിങ്ങൾ അവിടെ നിന്ന് വന്നു നോക്കുള്ളൂ, 1000 എന്ന് പറഞ്ഞാല് തികയില്ല, 10,000ങ്ങളാണ് അവിടെ വന്നു പോകുന്നത്. ഒരു ഫാത്തിഹ സൂറത്ത് തെറ്റാതെ ഒന്ന് ഓതി പഠിക്കാത്ത മനുഷ്യനെ അള്ളാഹ് കുറെ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന കുറെ പൊട്ടന്മാരുടെ നാടായി വിദ്യാഭ്യാസമുള്ള ഈ നാട് മാറിയിട്ടുണ്ട്. ഏത് ജാറത്തിലാ തിരക്കില്ലാത്തത്? ഏത് ജാറത്തിലാ? തെയ്യോട്ട് ചിറ അവിടെയുള്ള ജാറത്തില് ഒരാഴ്ചത്തെ വരുമാനം ലക്ഷങ്ങളാണ്.
ഞാൻ വെറുതെ പറഞ്ഞല്ല, അതിന്റെ നടത്തിപ്പുകാരിൽ ഒരാൾ പറഞ്ഞത്. ഒരു പ്രശ്നമല്ല ആളുകൾ, പക്ഷെ ഈ മനുഷ്യന്മാരൊക്കെ പോണതും കിട്ടാ നരകത്തിലേക്ക്. അപ്പൊ ഇന്ന് സ്കൂളിൽ വെച്ചൊരു അനുഭവം ഉണ്ടായി. എന്താ അനുഭവം എന്നറിയോ? ഇന്നിങ്ങനെ പിന്നെ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടു ഞാൻ. പള്ളിക്കൊക്കെ ഒരു അയലോക്കത്തെ ഹൈന്ദവ സഹോദരൻ ഒരു 500 റുപ്യ വെച്ചിട്ട് ഒരു കത്ത് കൊടുത്തുക. എന്തിനറിയോ? അവരെ വിശ്വാസപ്രകാരം ശബരിമലക്ക് പോകുമ്പോൾ യാത്രാക്ലേശങ്ങളൊക്കെ മാറി തിരിച്ചു വരാൻ, കുട്ടൻ തിരിച്ചു വരാൻ വേണ്ടിയാണ്. ഉസ്താദ് പ്രാർത്ഥിക്കാൻ മെഹ്റാബിൽ നിന്നിട്ട് പ്രാർത്ഥിക്കാൻ. ഈ മുമ്പിൽ നടക്കുന്ന മനുഷ്യന്മാർ ഇത്രമാത്രം വെളിച്ചം കെട്ടവരായി പോയി. ഐക്കല്ലും ഏലസും ഒന്നും നാട്ടിൽ നിന്ന് പോയിട്ടില്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വിശ്രമിക്കാനായിട്ടില്ല, നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ട സമയമായി. അതുകൊണ്ട് ഈ ഒരു പവിത്രമായ വിശ്വാസം അള്ളാഹു നൽകിയതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, നാദാ 3 കഷ്ണം തുണിയിലേക്ക് എന്നെ മാറ്റപ്പെടുന്നതിന് മുമ്പ് എനിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ജീവിതത്തിൽ തൗഹീദ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹവും പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സന്ദേശവുമാണ്. അതുകൊണ്ട് തന്നെ അത് ജീവിതത്തിൽ കെടാതെ സൂക്ഷിക്കുകയും ചുറ്റുപാടുമുള്ള ആളുകളോട് അത് സംസാരിക്കുകയും ചെയ്യുക എന്നത് നിർബന്ധമായ ബാധ്യതയാണ് എന്നതാണ് നമ്മുടെ സംസാരത്തിൻ്റെ ആദ്യ സമയത്ത് ഓർമ്മപ്പെടുത്തിയത്. ഈ തൗഹീദി പ്രബോധനത്തിന്റെ മുമ്പിൽ 2 മനോഭാവങ്ങൾ ഇന്ന് വളർന്ന് വരുന്നുണ്ട്. ഒന്ന്, നമ്മുടെ സമുദായത്തിന് പുറത്തു നിന്നുള്ള ഒരു ആക്ഷേപമാണ്. ആ ആക്ഷേപം നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കുവാൻ പറ്റും: ഏകദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നതും അത് മാത്രമാണ് ശരി എന്നതും ഭീകരതയുടെ വിത്താണ് എന്നാണ് പുറത്തു നിന്നുള്ള ആക്ഷേപം. യഥാർത്ഥത്തിൽ ഭീകരത എന്ന് പറഞ്ഞാൽ എന്താ? തൗഹീദിന്റെ ഭാഷയിലുള്ള ഭീകരത എന്താണ്? തൻ്റേത് മാത്രമാണ് ശരി എന്ന് പറയുന്നതല്ല ഭീകരത. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, സാമൂഹിക സംഘടനകളുണ്ട്. എല്ലാവരും തങ്ങളുടേതാണ് ശരി എന്ന് പറയുമ്പോഴാണ് അവർക്ക് തന്നെ ഒരു ആത്മാഭിമാനവും നിലനിൽപ്പുമുള്ളൂ. അതുകൊണ്ട് തൻ്റേത് ശരിയാണ് എന്ന് പറയുക എന്നത് ഭീകരതയാണ് എങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ഭീകരത എന്ന് പറയുന്നത് ഈ വിഷയത്തിലുള്ള തെറ്റായ വാദം എന്ന് പറയുന്നത് തൻ്റെ ശരി എല്ലാവരും നിർബന്ധപൂർവം സ്വീകരിക്കണം എന്ന മനോഭാവമാണ് യഥാർത്ഥത്തിൽ ഭീകരത. അള്ളാഹുവിന്റെ പവിത്രമായ മതത്തിൽ അതുകൊണ്ട് തന്നെ നിർബന്ധമേ ഇല്ല. വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് നമുക്കറിയാം, ലാ ഇക്റാഹ ഫിദ്ദീൻ. മതത്തിന്റെ കാര്യത്തിൽ ബലാത്കാരമില്ല എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇത് ജീവിതത്തിന്റെ ഒരു ദൗത്യമായി ഏറ്റെടുക്കുക എന്ന് സമൂഹം എത്ര മോശമായി പറഞ്ഞാലും അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചത്തിൽ അത് ശരിയായ വിധത്തിൽ പറയുക എന്നത് ബാധ്യതയാണ്. എങ്കിലേ സ്വർഗം കിട്ടുള്ളൂ. അതാ ഞാൻ ഈ വിഷയം, നമുക്ക് വിശ്വാസ വിശുദ്ധി എന്ന് പറയുമ്പോൾ 2-3 തലങ്ങളുണ്ട്. അതിൽ നമ്മെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുക ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ അള്ളാഹു പറഞ്ഞത് എന്താ? എത്തിച്ചു കൊടുക്കുക. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ.
പ്രവാചകരെ, അതിനാൽ നീ ഉത്ബോധിപ്പിക്കുക, നീ ഒരു ഉത്ബോധകൻ മാത്രമാകുന്നു. നീ അവരുടെ മേൽ അധികാരം ചെലുത്തേണ്ടവനല്ല, അല്ലെങ്കിൽ ചെലുത്തേണ്ടുന്ന ആളുമല്ല. നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ ഖുർആനിലെ ചെറിയ സൂറത്തുകൾ ഇങ്ങനെ ഓതി വരുമ്പോ ഒരു സുന്ദരമായ വാക്കുണ്ട്, ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പവിത്രമായ ഈ തൗഹീദ് ജനങ്ങളോട് സംസാരിക്കാൻ നമ്മളോട് നിർബന്ധ കൽപ്പനയായി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അസ്റിന്റെ താല്പര്യം അതാണ്. കാലം തന്നെയാണ് സത്യം, മനുഷ്യരെല്ലാവരും നാശത്തിലാണ്. ആ നാശം എന്നുള്ളത്, ഹുസ്ർ എന്നുള്ളത് നരകമാണ്. റഹ്മാനായ റബ്ബ് 4 ഗുണങ്ങളുള്ളവരെ മാറ്റി നിർത്തി. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, വിശ്വാസം. അല്ല മാത്രമുള്ളൂ ആരാധനക്കർഹൻ, അല്ല മാത്രമേ പ്രാർത്ഥന കേൾക്കുള്ളൂ, അള്ളാഹുവാണ് ഏക സഹായി, റഹ്മാനായ റബ്ബാണ് എന്നെ രക്ഷിക്കുന്നവൻ, അവനാണ് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക, അവനാണ് എന്റെ രോഗം ശിഫയാക്കുക, അവനാണ് എനിക്ക് ആഫിയത്ത് നൽകുക. ആ പവിത്രമായ വിശ്വാസം. വഅമിലുസ് സ്വാലിഹാത്ത്, പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ അത് മാത്രം അമലു സാലിഹാത്തായി സ്വീകരിക്കാം. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, ഹഖ് കൊണ്ട് വസിയ്യത്ത്, ആ മാർഗത്തിൽ ക്ഷമ, പരസ്പരം വസിയ്യത്ത്. ഈ 4 ഗുണങ്ങൾ ഉള്ളവരാണ് വിശ്വാസികൾ എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഭീകര പ്രവർത്തനം ചെയ്യുന്നവരല്ല. ഇത് കേൾക്കുകയാണ് ആളുകൾ, സോഷ്യൽ മീഡിയയിൽ നിന്ന് കേൾക്കുക. ഒറ്റ രക്ഷിതാവുള്ളൂ എന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യമാണ്. അതോടുകൂടി എന്തായി, ദീനി ദഅവത്തിന് താല്പര്യമുള്ളവർക്ക് തന്നെ താല്പര്യം കുറഞ്ഞു. യഥാർത്ഥത്തിൽ അതിന്റെ മറുവശമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ ആരെയും നിർബന്ധിക്കേണ്ട, പ്രവാചകന്മാരെ ഏൽപ്പിച്ച അതേ ദൗത്യം നിങ്ങൾ ഏറ്റെടുത്താൽ മതി. മറ്റൊരു വാദം നമ്മൾ കേൾക്കാറുണ്ട്, ആളുകൾ നന്മ ചെയ്താൽ പോരെ. വലിയ വലിയ രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിക്കുന്നത് കേൾക്കാം, നന്മ ചെയ്തവരൊക്കെ സ്വർഗത്തിലാണ്. അതുകൊണ്ട് നന്മയുള്ള ആളുകളെ കുറിച്ച് പറയുമ്പോൾ ആ നന്മ ചെയ്താൽ മതി, ഇവിടെ ഒരു വിശ്വാസത്തിന്റെയും പ്രസക്തി ഇല്ല. അതും നമ്മൾ തെറ്റായി ആളുകൾ പലപ്പോഴും പറയാറുള്ളതാണ്. അല്ലാഹ് പറഞ്ഞു, വമയ്യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന, അല്ലാഹുവിന്റെ മതമായി മറ്റൊരു മതത്തെ ആഗ്രഹിക്കുന്ന പക്ഷം, മറ്റൊരു വിശ്വാസത്തെ, മറ്റൊരു ആചാരത്തെ, മറ്റൊരു തത്വചിന്തയെ മതമായി സ്വീകരിക്കുന്നവൻ, അള്ളാന്റെ ദീനല്ലാത്തൊന്നിനെ, അല്ലാഹ് പറഞ്ഞു ഫലൻ യുഖ്ബല മിൻ, അത്തരം ആളുകളിൽ നിന്ന് ഒന്നും അല്ലാഹ് സ്വീകരിക്കില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവർ നഷ്ടക്കാരായിരിക്കും. അപ്പോൾ ഒരാളുടെ നന്മ സ്വീകരിക്കണമെങ്കിൽ അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും അത് പഠിപ്പിച്ചു തന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും ജീവിതത്തിൽ പകർത്തി ഈ നന്മ ആളുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ദൗത്യം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊന്ന്, നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് ഇന്ന് ദഅവാ രംഗത്ത് ഈ ഇത്തരം കൂട്ടായ്മകൾ, നമ്മളല്ലാത്ത തൗഹീദ് ഉണ്ട് എന്ന് പറയുന്ന കൂട്ടായ്മകൾ പിന്നിലേക്ക് പോയതിന്റെ ഒരു കാരണമാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു കാരണം, തൗഹീദ് പറഞ്ഞാൽ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാകും, തൗഹീദ് പറഞ്ഞാൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാകും. കാരണം ഈ ഫാസിസത്തിന്റെ കാലത്ത്, ഈ ഇസ്ലാം തന്നെ വേട്ടയാടപ്പെടുന്ന കാലത്ത് ഈ തൗഹീദ് പറഞ്ഞ് നടക്കേണ്ടതില്ല, പണ്ടത്തെ പോലെ പറയേണ്ടതില്ല. ഇത് പറയുന്ന ആളുകൾ പറയുന്ന ന്യായം തരും, കുടുംബം തെറ്റുന്ന, കുടുംബം തെറ്റും, സൗഹൃദങ്ങൾ ഉടഞ്ഞു പോകും, രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ദുഷ്കരമായി തീരും, ഈ ഉമ്മത്തിന്റെ ഐക്യം തകരും, മഹല്ലിലൊക്കെ ഭിന്നിപ്പുണ്ടാകും, ഈ ഫാസിസത്തിന്റെ കാലത്ത് ഇതൊക്കെ ദോഷം ചെയ്യും എന്ന് പറഞ്ഞ് വേറെ കുറെ നന്മകൾ പറഞ്ഞാൽ മതി. ഈ സമൂഹത്തിൽ ഈ തൗഹീദിന്റെ കാര്യം ഇങ്ങനെ ഉറക്കെ പറയേണ്ടതില്ല. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ ജീവിതത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ തൗഹീദ് പഠിക്കാതെ ജീവിതത്തിൽ പകർത്താതെ എന്ത് നന്മ ചെയ്തിട്ടും ഒരു കാര്യമില്ല.
അതുകൊണ്ടാണ് തൗഹീദ് നമ്മൾ ജീവിതത്തിൽ പകർത്തുകയും അത് സമൂഹത്തോട് ഉറക്കെ പറയുകയും ചെയ്യണം എന്ന് പറഞ്ഞത്. ലഇൻ അശ്റക്ത ലയഹ്ബതന അമലുക. നീ ശിർക്ക് ചെയ്താൽ അമലുകൾ പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും, സ്വർഗ്ഗം നിഷിദ്ധമാകും. ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം നിഷിദ്ധമായും. മാത്രല്ല, ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ തെറ്റ് ശിർക്കാണ്. അത് ചെയ്തുകൊണ്ട് വേറെ ഒന്ന് ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. നേരത്തെ പറഞ്ഞല്ലോ ലുഖ്മാൻ നബി അലൈഹിസ്സലാമിന്റെ കഥ. ആ ലുഖ്മാൻ നബി അലൈഹിസ്സലാം തന്റെ മകനോട് പറഞ്ഞ വാക്ക് ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളെ നിരന്തരമായി പഠിപ്പിച്ച ചില കാര്യങ്ങളിൽ ഒന്നാണ് ഈ ഒരു കാര്യം. വല്ലദി നഫ്സി ബിയദി, ആരുടെ കയ്യിലാണോ എന്റെ ആത്മാവ് ആ അല്ലാഹു തന്നെയാണ് സത്യം. അശ്ശിർകു അഖ്ഫാ മിൻ ദബീബിൻ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് എത്ര ഗോപ്യമായി രഹസ്യമായി ഇരുട്ടുള്ള, അല്ലെങ്കിൽ അവൻ കാണാതെ ഒരു എറുമ്പ് അരിച്ചു വരുന്നത്, ഒരു പേടിയില്ലല്ലോ എറുമ്പിനെ. ആർക്കെങ്കിലും പേടിയുണ്ടോ? ഇല്ല. അതിങ്ങനെ ശരീരത്തിൽ കയറിയാലും അറിയില്ല, നമ്മുടെ വിശ്വാസത്തിൽ കയറിയാലും അറിയില്ല. ആ ശിർക്ക് എറുമ്പരിച്ചു വരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ര ഗൗരവമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായി പഠിപ്പിച്ച പ്രാർത്ഥന. ഞാൻ രണ്ടാമത്തെ പ്രാർത്ഥനയാണ് പറയുന്നത്. ഒന്ന്, വിശ്വാസം കൊടുക്കണേ റഹ്മാനെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ നിലനിർത്തണേ റഹ്മാനെ എന്ന് പ്രാർത്ഥിക്കണം. മറ്റൊന്ന്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാനിതാ ശരണം തേടുന്നു, രക്ഷ തേടുന്നു. അൻ ഉശ്രിക ബിക, നാദാ നിന്നിൽ പങ്കു ചേർക്കുന്നതിനെ തൊട്ട്. എങ്ങനെ? വ അന അഅലമു, നാദാ ഞാൻ അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. വ അസ്തഗ്ഫിറുക, നാദാ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. ലിമാ ലാ അഅലം, ഞാൻ അറിയാതെ ചിലപ്പോൾ എന്റെ വാക്കിലോ എന്റെ ചിന്തയിലോ എന്റെ പ്രവർത്തനത്തിലോ ഞാൻ അറിയാതെ ചെയ്തു പോകുന്ന ശിർക്കിനെയും നാദാ എനിക്ക് പുറത്തു തരണേ. ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? അല്ലേ? എന്തെല്ലാം ആഘോഷങ്ങളാണ് നമ്മൾ ചുറ്റുപാടും നടക്കുന്നത്, എന്തെല്ലാം തോന്നിവാസങ്ങളാണ് നടക്കുന്നത് വിശ്വാസത്തിന്റെ ആചാരത്തിന്റെ പേരിൽ. എന്തൊക്കെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, പടച്ചോനെ അറിഞ്ഞോ അറിയാതെയോ എന്റെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കില്ലേ. കാരണം ഞാൻ ഈ ചെയ്തു വെച്ച, അല്ലേ, ഇപ്പൊ നമ്മൾ ഇശാ നിസ്കരിച്ചിട്ട് എത്ര സന്തോഷത്തോടു കൂടിയാ വരുന്നേ, അല്ലേ? വല്ലാത്തൊരു ആത്മസംതൃപ്തിയില്ലേ. കാരണം ഇന്ന് പകലിന്റെ അവസാനത്തെ നിസ്കാരം നമുക്ക് നിസ്കരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി, അല്ലേ? നമ്മൾ എന്താ പ്രാർത്ഥിച്ച? റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബേ ഈ ഇശാ സ്വീകരിക്കണം കേട്ടോ, ഞാൻ മരിക്കാനാ പോണേ, അല്ലേ? രാത്രി ഉറക്കുന്ന ഒരു മരണാന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാണ്ട് മരിച്ചു പോയാലോ? ആ അത്രമാത്രം ഗൗരവത്തിൽ നാം ജീവിതത്തെ കാണുന്നുവെങ്കിൽ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെങ്ങനെ തുരുതുരാ പറഞ്ഞയച്ചിട്ടുണ്ട്. ഓരോ ആയത്തൊന്ന് പരിശോധിച്ച് നോക്കി. ഞാനിതൊക്കെ പറയണെന്തിനാ സഹോദരങ്ങളെ? ഞാനിതൊക്കെ പറയണെന്തിനാ? ഞാൻ എന്നോടാ സംസാരിക്കണേ, ഒരു വയല് കേൾക്കണ പോലെ ഇരിക്കൽ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കിട്ടിയില്ലേ ഈ വെളിച്ചം? ഒരു സെക്കൻഡ് പോലും ഇവിടെ അനൗൺസ് ചെയ്ത തസ്ഫിയ സമ്മേളനം നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പേരെ ക്ഷണിക്കാൻ പറ്റുമെന്നാണ് ആ ചോദ്യം. ഒരൊറ്റ അനൗൺസ്മെന്റ് അള്ളവിടെ വെച്ചതാ, ഒരു അനൗൺസ്മെന്റ് ആണ് അത്. അത് കേട്ടു പോകാം, കേട്ടിട്ട് പുറംതിരിഞ്ഞു പോകാം, അതിനോട് ശ്രദ്ധിക്കാതെ പോകാം. നല്ലൊരു പ്രഭാഷണം നമ്മളിങ്ങനെ കേൾക്കുക, അതിന്റെ ലിങ്ക് ഒരു 10 ആൾക്ക് അയച്ചു കൊടുക്കാൻ ഇന്നും വല്ല പണിയുണ്ടോ? ഇന്ന് ദഅവത്ത് എളുപ്പ സഹോദരങ്ങളെ. പ്രബോധനം വളരെ ഈസിയാണ്. ആർക്കന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്ത, നമ്പർ ഇല്ലാത്ത, കുടുംബത്തിൽ 500 ആളില്ലാത്ത, നമ്മൾ ഇനീഷ്യലില്ലേ 500 ആളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറയും. ഒന്ന് ശേഖരിച്ച് ആ രാവിലത്തെ നേർവഴി, ഒരു തൗഹീദിന്റെ പ്രഭാഷണം, ഒരു കുടുംബത്തിന് കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യം. അല്ലാഹ് പറയട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനെ ഓതി കൊടുത്തപ്പോ പ്രവാചകനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലാഹ് പറഞ്ഞു. സൂറത്ത് അംബിയായിൽ 25-ാമത്തെ ആയത്ത് എന്താ? വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നബിയേ,
താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെ ഞാൻ അയച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാതെ ഒരു പ്രവാചകൻ, അത് പറയാൻ വേണ്ടിയല്ലാത്ത ഒരു പ്രവാചകനെ അയച്ചിട്ടില്ല. എന്നെ മാത്രം ആരാധിക്കണേ എന്ന് പറയാൻ വേണ്ടിയല്ലാത്ത ഒരു പ്രവാചകനെ അയച്ചിട്ടില്ല. ആദ്യത്തെ അവ്വലുർ റസൂലാരാ, ആദ്യത്തെ നബി ആരാ? നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് എന്താ പറഞ്ഞത്? വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഇന്നി ലക്കും നദീറും മുബീൻ. ഞാൻ നിങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പുകാരനാണ്. എന്നിട്ട് എന്താണ് പറഞ്ഞത്? അല്ലാ തഅബുദു ഇല്ലല്ലാഹ്, അല്ലാഹനല്ലാതെ വേറെ ആരും നിങ്ങൾ ആരാധിക്കരുത്. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഓതിത്തരാ. ഹൂദ് അലൈഹിസ്സലാമിനെ സൂറത്ത് ഹൂദിലെ 50-ാമത്തെ ആയത്തിൽ ഹൂദ് നബിയെ കുറിച്ച് പറയാം. വഇലാ ആദിൻ അഖാഹും ഹൂദാ, ആദ് സമുദായത്തിലേക്ക് ഹൂദ് നബി അലൈഹിസ്സലാമിനെ അയച്ചു. ഖാല യാ ഖൗമി അബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണേ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനില്ല. സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്ക്. വഇലാ സമൂദിൻ അഖാഹും സ്വാലിഹാ, ഞാനിതാ സമൂദ് ഗോത്രത്തിലേക്ക് നിങ്ങളുടെ സഹോദരൻ സ്വാലിഹിനെ അയച്ചിരിക്കുന്നു. ഖാല യാ ഖൗമി അബ്ദുല്ലാഹ്, അദ്ദേഹം തന്റെ ജനതയോട് പറഞ്ഞു, അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ആരാധ്യനില്ല. ഖുർആൻ പിന്നെയും പറയാം. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയാം. വഇലാ മദിയൻ, മദീനയിലേക്ക് നാം അയച്ചു അഖാഹും ശുഐബ, അവരുടെ സഹോദരൻ ശുഐബിനെ അയച്ചു. ഖാല യാ ഖൗമി അബ്ദുല്ലാഹ് മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലയോ മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവനല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനില്ല. അങ്ങനെ പരിശോധിച്ചു നോക്കിയ സഹോദരങ്ങളെ, ഇത് മാത്രം പറയാനുള്ള പ്രവാചകന്മാരെ അയച്ചേ. ഈ ഒരു തൗഹീദ് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ട് ഇത് പറയാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റാ. ആ തെറ്റിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. നാളെ പരലോകത്ത് അള്ളാന്റെ പ്രവാചകൻ സ്വന്തം മകളെ കെട്ടിയ, തനിക്കേറെ സ്നേഹമുള്ള പേരമക്കളുടെ പിതാവായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നൽകിയ ഉപദേശം എന്താ അറിയോ? ഞാൻ മരിച്ചാൽ അനക്ക് ഇന്നിന് സ്വത്തുണ്ടേ, അതാണോ? നീ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നാണോ? അല്ല, അലി, ആ വിളിക്കേണ്ട ഒരു മധുരല്ലേ സഹോദരങ്ങളെ. ഈ ദുനിയാവ് മുഴുവൻ അടക്കിയെക്കാൻ എനിക്ക് അവസരം കിട്ടിയാൽ അതിനേക്കാൾ ഉത്തമം നിന്റെ ഒരു വാക്കുകൊണ്ട്, നിന്റെ ഒരു പ്രവർത്തനം കൊണ്ട്, നിന്റെ ഇടപെടൽ കൊണ്ട് ഒരാള് ദീന് മനസ്സിലാക്കലാണ്, ഒരാൾക്ക് ഹിദായത്ത് കിട്ടൽ. ഈ വാക്കാണ് സമൂഹത്തോടും നമ്മോടും നമുക്ക് ഉറക്കെ പറയാനുള്ളത്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ശിർക്ക് വരുന്ന എല്ലാ വഴികളും അടച്ചിട്ടുണ്ട്. അത് നമ്മൾ അറിയണം. ഈ ശിർക്ക് വരുന്ന എല്ലാ വഴികളും ഇന്ന് സമൂഹത്തിൽ നോക്കൂ നിങ്ങൾ, എല്ലാ തൗഹീദിന് വിരുദ്ധമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ധാരാളമായി പുതിയ സ്വലാത്തുകൾ, പുതിയ ഉറൂസുകൾ, പുതിയ പ്രാർത്ഥനാ രീതികൾ എല്ലാം ഇങ്ങനെ വർദ്ധിച്ചു വരും. ഞാൻ പറയണേലേറെ നിങ്ങളെ മനസ്സിലേക്ക് അതൊക്കെ വരുന്നുണ്ടാവും. ഈ വാതിലുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടച്ചു വെച്ചതാണ്. നോക്കൂ നിങ്ങൾ, സാബിത്ത് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു അറിയങ്ങളെ, ഭുവാനത്ത് എന്ന സ്ഥലത്ത് വെച്ച് അവർ ഒട്ടകത്തെ ബലിയെറുക്കാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചു. ഭുവാനത്ത് ഒരു സ്ഥലമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, അവിടെ വെച്ച് ഞാനൊരു ബലി അറുത്ത് ഒരു അറവ് നടത്തി ഇറച്ചി വിതരണം ചെയ്തോട്ടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ ആ മനുഷ്യനോട് ചോദിച്ചു, ഹൽ കാന ഫീഹി വസനുൻ മിൻ ഔസാനിൽ ജാഹിലിയ, നിങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന വല്ല ബിംബങ്ങളുടെയും അടയാളങ്ങളോ ബിംബങ്ങളോ അവിടെ ഉണ്ടോ? വീണ്ടും പ്രവാചകൻ ചോദിച്ചു. അപ്പൊ ഉടനെ അവർ പറഞ്ഞു, ഖാലു ബല, ഇല്ല റസൂൽ. ഖാലു, അവർ പറഞ്ഞില്ല, ഇല്ല റസൂലേ. ഉടനെ റസൂലുള്ളാഹി വീണ്ടും ചോദിച്ചു, ഫഹൽ കാന ഫീഹാ ഈദും മിൻ അഅയാദിഹിം, അവരുടേതായ വല്ല ആഘോഷങ്ങളും അവിടെ ഉണ്ടോ? ലാ, ഇല്ല എന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പ റസൂലുള്ളാഹി പറഞ്ഞു, ഊഫി ബിനദ്രിക്, നീ നിന്റെ നദ്ർ, നിന്റെ നേർച്ച നീ പൂർത്തിയാക്കിക്കോ എന്ന് പറഞ്ഞു.
സഹോദരങ്ങളെ, ഒരു ആടിനെ അല്ലെങ്കിൽ ഒട്ടകത്തെ അറുത്ത് ഇന്നൊരു സ്ഥലത്ത് വിതരണം ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി ചോദിച്ച 2 ചോദ്യമുണ്ട്. അവിടെ എന്തെങ്കിലും ഷിർക്കിന്റെ, പ്രവാചകൻ പഠിപ്പിക്കാത്ത എന്തെങ്കിലും ഒരു ആഘോഷത്തിന്റെ അടയാളം, എന്തെങ്കിലും നിലക്ക് ഒരു ഷിർക്ക് വരുന്നതിന്റെ അടയാളം അവിടെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അത് പരിഗണിക്കണം എന്നാണ്, അത് എതിർക്കപ്പെടണം എന്നാണ്. അവിടെ ചെയ്യാൻ പാടില്ല, കാരണം ഷിർക്ക് വരാൻ സാധ്യതയുണ്ട്. 2 കാര്യങ്ങളാണ് റസൂലുള്ളാഹി ചോദിച്ചത്. ഇന്ന് സഹോദരങ്ങളെ, നമ്മൾ എന്നെ ചിന്തിച്ചിട്ടില്ലേ? നമ്മളൊക്കെ നാട്ടിൽ നടക്കുന്ന ഇപ്പോ ഞാനീ പറഞ്ഞ ആളുകളുടെ മനസ്സിലുള്ള ഒരു ചിന്ത എന്താ വെച്ചാൽ, ഇവിടെ എന്തൊക്കെ ആഘോഷങ്ങളുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, അതിലൊക്കെ മുസ്ലിങ്ങൾ ഉണ്ടാകണം എന്നുള്ളൊരു വാശിയുള്ള പോലെ അല്ലേ? ഏത് പൂരപ്പറമ്പ് ചെന്നാലും നമ്മളില്ലാത്തതല്ല. ഞാൻ വെറുതെ പറയല്ല കേട്ടോ, നമ്മളെ മനസ്സിലുണ്ടാവണം ഈ ഒരു തൗഹീദ് ഉണ്ടല്ലോ. ഈ തൗഹീദിന്റെ വെളിച്ചത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെ, നമ്മുടെ സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ കൊണ്ട് പലപ്പോഴും തീർന്നറിയോ, അത് സാരല്ല. അതാ റസൂലുള്ളാഹി പറഞ്ഞത്, എറുമ്പരിച്ചു വരുന്നത് പോലെ നിങ്ങളുടെ പണത്തിലേക്കും നിങ്ങളുടെ ചിന്തയിലേക്കും നിങ്ങളുടെ ചുറ്റുപാടിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും ശിർക്ക് വരും. സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. അതാണ് ആദർശത്തിന്റെ മഹത്വം, അതാണ് ആദർശത്തിന്റെ പവിത്രത, വിശ്വാസ വിശുദ്ധി എന്ന് പറയുന്നത് അതാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഹുനൈൻ യുദ്ധത്തിലേക്ക് പോവാ. ഈ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? ആ ഹുനൈൻ യുദ്ധത്തിലേക്ക് പോണ സമയത്ത് സഹാബികൾ വിശ്വാസത്തിലേക്ക് വന്ന് കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. അവരങ്ങനെ പോകുമ്പോ, ഇങ്ങനെ യുദ്ധത്തിനൊക്കെ മുമ്പ് അവർ പോയിട്ടുണ്ട്. ആ പോകുന്ന സന്ദർഭത്തിലൊക്കെ അവർക്ക് അവരുടെ വാളിന് ശക്തി കിട്ടാനും മനസ്സിന് ധൈര്യം കിട്ടാനും അവരുടെ ഒട്ടകങ്ങൾക്കും കുതിരകൾക്കും ഒക്കെ ശക്തി കിട്ടാനൊക്കെ ധാത്തു അൻവാത്ത് എന്ന് പറഞ്ഞ മരത്തിന് ചുറ്റും കെട്ടലും ആ മരത്തും വാള് തൂക്കലും ഒക്കെ ആചാരങ്ങളായിട്ടുണ്ടായിരുന്നു. ഒരു മരം വേറൊന്നുമില്ല, ഒരു മരം. റസൂലുള്ളാഹിയോട് സഹാബത്ത് ചോദിക്കാൻ, നബിയേ, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മരം ഉണ്ടെങ്കിൽ എന്ത് രസമായിരുന്നു, ഞങ്ങൾക്കൊരു മരം ഉണ്ടാക്കി തരുമെന്ന്. അല്ലാഹുവിന്റെ റസൂൽ ദേഷ്യത്തോട് കൂടി ചോദിച്ചു, കമാ ഖാല ഖൗമി മൂസ, മൂസാ നബി അലൈഹിസ്സലാമയുടെ ജനത പറഞ്ഞതാണല്ലോ നിങ്ങൾ പറയുന്നത്, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്കുള്ള പോലെ ഇലാഹിനെ ഞങ്ങൾക്കും വേണമെന്ന് മൂസാ നബിയോട് ജനങ്ങൾ പറഞ്ഞ അതേ വർത്താനാണല്ലോ നിങ്ങൾ പറയുന്നത്. എന്തേ ആ മരത്തിന് സംഭവിച്ചത്? നശിപ്പിച്ചു കളഞ്ഞു. സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞത് എന്തിനറിയോ? ഈ കാലം മാറും തോറും ഈ വിശ്വാസം ശരിക്ക് പഠിച്ച് മനസ്സിന്റെ ഉള്ളിലേക്ക് ചേർത്ത് വെച്ചിട്ടില്ലെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പുലരും. അല്ലാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്ർ, ഒരു കാലം വരും അവർ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അവർ പിൻപറ്റപ്പെടുക തന്നെ ചെയ്യും. ആരാണ് അവർ പിൻപറ്റുന്നത്? അവർക്ക് പിന്നാലെ ഉടുമ്പിന്റെ മാളത്തിലേക്കാണ് അവർ കയറിപ്പോയതെങ്കിൽ അവരുടെ പിന്നാലെ കയറിപ്പോകും. അവരെ പിന്തുടരുക തന്നെ ചെയ്യും. ഖുൽനാ യാ റസൂലല്ലാഹ്, ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അൽ യഹൂദ വൻ നസാറ, ജൂത ക്രൈസ്തവരെ കുറിച്ചാണോ റസൂലെ പറഞ്ഞത്? റസൂൽ ബഹറാരെ കുറിച്ചാണ്. അവരുടെ സുന്നത്തിന്റെ പിന്നാലെ പോകും അല്ലേ? ഇതാ ഇനിയിപ്പോ നബിദിനം വരും. ആരെ സുന്നത്തിന്റെ പിന്നാലെ ഈ കൗമ പോയത്? നമുക്ക് പറയേണ്ടതില്ലേ? പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ലേ? ഈ ഖബർ കെട്ടിപ്പൊന്തിക്കല് ആര് കൊണ്ടുവന്നതാ? ആര് കൊണ്ടുവന്നതാ സഹോദരങ്ങളെ? ഷിയാക്കളും ജൂതന്മാരും. അവർക്കാണ് അത് ആദരവുള്ളത്. ഓരോന്നെടുത്ത് പരിശോധിച്ച് നോക്ക്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാന്റെ റസൂൽ പറഞ്ഞത് പുലരാതിരിക്കാൻ ഈ തൗഹീദിനെ, പവിത്രമായ ഈ ആശയത്തെ, ആദർശത്തെ നമ്മൾ ചേർത്ത് പിടിക്കണം. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഒരു ഖൗമിനോട് നിങ്ങൾ സാദൃശ്യപ്പെട്ടാൽ അവരിൽപ്പെട്ടവരായിരിക്കും നിങ്ങൾ എന്ന്. അതുകൊണ്ട് നമുക്കിടയിൽ ആരെങ്കിലൊക്കെ ഇതിനെ ഒന്ന് വില കുറച്ച് കാണുന്നുണ്ടെങ്കിൽ സാഹചര്യമൊക്കെ മോശമാണ്, പണ്ടത്തെ പോലെ ലഘുലേഖൊന്നും കൊടുക്കാൻ പറ്റൂല എന്നൊന്നും വിചാരിക്കണ്ട. കഴിയുമ്പോൾ ചെയ്യുക, പരമാവധി ചെയ്യുക. ഇന്ന് ഏറ്റവും സുതാര്യമായ സന്ദർഭം നമുക്കുണ്ട്, സോഷ്യൽ മീഡിയയും മറ്റു കാര്യങ്ങളൊക്കെ. അത് അവനവൻ സഹോദരങ്ങളെ മനസ്സറിഞ്ഞാട്ടാൻ ചോദിക്കണേ, നമ്മളൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
കുറവൊന്നുമില്ല കേട്ടോ. നമ്മളെല്ലാവരും കൂടി നമ്മൾ നല്ല കാര്യങ്ങളിൽ മുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് സ്വന്തമായി അള്ളാന്റെ അടുത്ത് കൊണ്ടുപോകാൻ എന്തൊക്കെയുണ്ട് ഈ തൗഹീദിന്റെ മാർഗത്തിൽ എന്ന് നമ്മൾ പഠിക്കണം. ഇനി മറ്റൊരു പ്രശ്നം എന്താ അറിയോ, ഈ കുറേ സംവിധാനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മറ്റൊരു പ്രശ്നം എന്താ വെച്ചാല് യഥാർത്ഥത്തിൽ ഇതൊക്കെ പറയുമ്പോൾ നസീഹത്തുമാണെന്നാ പറയാം. ശരിയാണ്, തൗഹീദ് പറയുമ്പോൾ വളരെ നല്ല അച്ചടക്കത്തിലും ശാന്തമായും നസീഹത്തോടു കൂടി തന്നെയാണ് പറയേണ്ടത്, ഒരു സംശയമില്ല. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ തൗഹീദിനൊരു പ്രത്യേകത ഉണ്ട്. അത് ആര് പറഞ്ഞാലും പറയേണ്ട രൂപത്തിൽ പറഞ്ഞാൽ ആളുകൾക്ക് പിശാച് ഇളക്കി വിടുവാണ്. ഏറ്റവും നല്ല നസീഹത്തുള്ള ആളായിരുന്നു ആര്? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കുടുംബക്കാരൊക്കെ പാടെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറഞ്ഞൊരു വർത്താനുണ്ട്, ഈ മലക്ക് പിന്നിൽ നിന്ന് ആരെങ്കിലും നിങ്ങൾ ആക്രമിക്കാൻ വരുമെന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കുന്ന പറഞ്ഞു. ഞങ്ങൾക്ക് അതിന്റെ സംശയമില്ല. എന്നാലേ നാളെ നിങ്ങൾക്ക് മരണം വരും, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആരാധ്യന്മാരൊക്കെ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് അല്ലേ? അബൂലഹബാണ് ആദ്യം പറഞ്ഞത്. എത്ര വട്ടം കേട്ടത്? നിനക്ക് നാശം, നിനക്ക് നാശം. ഇത് പറയാനാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? അതെ, എത്ര നസീഹത്തോടു കൂടി ഈ വിഷയം പറഞ്ഞാലും സഹോദരങ്ങളെ അതിലെന്തുണ്ടാവും? ആളുകൾ എതിർ പറയും. അത് വിചാരിച്ചിട്ട് ഈ ഒരു ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല എന്ന് മാത്രല്ല, ശ്രദ്ധയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം എന്നാണ് പറയാറുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് അൽ ഖൽബുസ് സലീം, വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇല്ലാമൻ അത്തല്ലാഹ് ബാക്കിയെന്താ ബിഖൽബിൻ സലീം. അള്ളാന്റെ അടുത്ത് രക്ഷപ്പെടാനറിയോ? ഖൽബുൻ സലീമായി വന്നോലെ രക്ഷപ്പെടും. ആ ഖൽബുൻ സലീം എന്ന് പറഞ്ഞാൽ ആ പവിത്രമായ കറയില്ലാത്ത ശുദ്ധമായ മനസ്സിന്റെ ഉടമ ആരാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട് കേട്ടോ. അൽ ഖൽബുസ് സലീം അൻ യശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാൾ സാക്ഷ്യപ്പെടുത്തി ജീവിതം കൊണ്ട് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞവനാണ് ഖൽബുൻ സലീം. ആ ഒരു ഖൽബുൻ സലീമിന്റെ ഉടമ നമ്മളായി തീരണം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ യാത്ര അയക്കുന്നുണ്ട്, ദാഇയായി പറഞ്ഞയക്കുന്നുണ്ട്. ചരിത്രത്തിലൊട്ട് കേട്ടതാ സഹോദരങ്ങളെ. ഞാനിത് ആവർത്തിക്കണത് എന്തിനാണ്? നമ്മൾ പിന്മാറാതിരിക്കാൻ വേണ്ടി. ആരൊക്കെ ആക്ഷേപിച്ചാലും നമ്മൾ പിന്മാറാതെ തൗഹീദ് പറയാൻ വേണ്ടിയാ. അള്ളാന്റെ റസൂല് യാ മുആദ്, ഒരു വല്ലാത്ത വിളിയാണ്, യാ മുആദ്, മുആദേ. അതിനെന്താ മറുപടി അറിയോ? ലബ്ബൈക യാ റസൂലല്ലാഹ്, റസൂലേ നിങ്ങളെ വിളിക്കുതാ ഞാൻ ഉത്തരം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് ചെവിയും കാതും മനസ്സൊക്കെ ചേർത്ത് പിടിച്ചിട്ട് പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, മാ മിൻ അഹദിൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒരാളെ നീ ദഅവത്ത് നടത്തുമ്പോ അവരെ കുറിച്ച് നീ ചിന്തിക്കണം, അറിയണം. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു സിദ്ഖൻ മിൻ ഖൽബി, മനസ്സിൽ ഉറച്ച് സത്യസന്ധമായി അങ്ങ് പറഞ്ഞാൽ ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ, നരകത്തിൽ നിന്ന് അല്ലാഹു സംരക്ഷിക്കും. സഹോദരിമാരെ, ആരുടെയെങ്കിലും കയ്യില് ഒരു ഐക്കല്ല് കാണുമ്പോ, ഒരു ഏലസ് കാണുമ്പോ, കുടുംബത്തിലെ ആളുകളൊക്കെ ജാറത്തിലേക്ക് പോകുമ്പോ, അവിടെയുള്ള ബീവിയുടെ അടുത്ത് പോകുമ്പോ, കല്ലിലെ എണ്ണ എടുക്കാൻ പോകുമ്പോ പറയണേ, ഖാലിസോടുകൂടി സലീമായ മനസ്സോടുകൂടി ഖൽബിൻ സലീമായി, സഹോദരി നീ അല്ലാഹുവിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മൻ തഅല്ലക തമീമത്തൻ ഫഖദ് അശ്റക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും തമീമത്ത് ഉപയോഗിച്ചാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. നമുക്ക് പറയാൻ പറ്റണം. അല്ലെങ്കിൽ ഈ ജീവിതം എന്താ സഹോദരങ്ങളെ? അല്ലെങ്കിൽ ഈ ജീവിതം എന്താ? കുറെ വീട്, കുറെ കച്ചവടം, നല്ല കാറ്, അങ്ങാടിയില് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, 5-6 മക്കള്, പേരക്കുട്ടികള്, നല്ല ഭക്ഷണം. ഇതാണോ ജീവിതം? നരകത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ?
അത്ര ഗൗരവത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രല്ല, നാളെ പ്രവാചകൻ നമുക്ക് വേണ്ടി ശുപാർശ പറയും. അസ്അദൻ നാസ ബിശഫാഅത്തി, ഞാൻ എന്റെ ശഫാഅത്ത് കൊണ്ട് ആളുകളെ യൗമുൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ ബിഖൽബി, മനസ്സിൽ നിഷ്കളങ്കമായി അത് പറഞ്ഞ കിട്ടുന്ന. നമ്മൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, നമ്മൾ അയൽവക്കക്കാർ പറയണം. പ്രവാചകൻ അതിനല്ലേ വന്നത്, നമ്മെ അതിനല്ലേ അല്ലാഹു തൗഹീദ് നൽകിയത്. റസൂലുള്ളാഹി പറഞ്ഞു, അഹബ്ബു കലാമി ഇലല്ലാഹി അർബ, 4 വാക്കുകൾ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ദിക്റായി പഠിപ്പിക്കുക. അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല എന്ന് പറഞ്ഞോ. വിശ്വാസികളെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളുകളെ നമ്മൾ എന്ന് പറഞ്ഞു. എത്ര വട്ടം പറഞ്ഞു? ആ ബസ്സിൽ ഇങ്ങനെ ഇരുന്നപ്പോ ലാ ഇലാഹ ഇല്ല അല്ലാഹ് എണ്ണിക്കോളും. അല്ലാഹുവിന്റെ മലക്കുകൾ എഴുതിയ കിതാബിലുണ്ടാവും. പറഞ്ഞോ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക്. തൗഹീദിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇതും പറയുന്നത്. തൗഹീദിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇതവൻ പറയും. നോക്കൂ നിങ്ങൾ, മറ്റൊരു സുപ്രധാനമായ പ്രാർത്ഥന അല്ലേ, ഞാനും നിങ്ങളൊന്നും മറന്നുപോയ പ്രാർത്ഥന. ഞാനും നിങ്ങളും ഇന്ന് മറക്കപ്പെട്ട പിശാചിന്റെ കെണിയിൽപ്പെട്ട് വിട്ടുപോയ പ്രാർത്ഥന. അത് ചൊല്ലാൻ കഴിഞ്ഞവൻ മഹാഭാഗ്യവാന്മാർ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പിശാച് എപ്പോഴും അങ്ങനെ കേട്ടോ, അറിഞ്ഞ വിവരത്തുമേ അവൻ കേറി നിൽക്കും. എന്നിട്ട് ചൊല്ലേണ്ട സമയത്തും ചൊല്ലാനേക്കൂല. ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വരും, ഞാൻ പറയാൻ പോണ ദിക്ർ നിങ്ങൾക്ക് ഓർമ്മ വരും. കാരണം അതിന്റെ തുടക്കം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് ഫീ യൗമി 100 മറ, 100 തവണ ഒരാൾ പറഞ്ഞാൽ കാനത്ത് ലഹു അദ്ല 10 റിഖാബ്, 10 അടിമകളെ മോചിപ്പിച്ച കൂലി. എത്ര മഹത്താന്നറിയോ? അടിമനെ മോചിപ്പിക്കുക എന്ന് എന്താ അറിയോ? അടിമക്ക് കൊടുത്ത വിലയും 10 ഇരട്ടി വിലയാണ് ഓരോരുത്തർ ചോദിക്കുക. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചില്ലേ? എത്ര വില കൊടുത്തു? അങ്ങനെ 10 ആളെ മോചിപ്പിച്ച കൂലിയ. 100 തവണ അത് പറഞ്ഞാൽ വകുതിബ ലഹു 100 ഹസന, 100 നന്മകൾ അല്ലാഹുവിന് വേണ്ടി രേഖപ്പെടുത്തും. വമുഹിയത് അൻഹു 100 സയ്യിഅ, 100 തിന്മകൾ അവന്റെ ജീവിതത്തിൽ നിന്ന് അതോടുകൂടി അല്ലാഹു മായ്ച്ചു കളയും. വകാനത് ലഹു ഹിർസൻ മിന ശൈത്താനി യൗമഹു ഹദാലിക ഹത്താ യുംസി. അത് രാവിലെ ചൊല്ലിയവന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള പകൽ മുഴുവൻ പിശാചിൽ നിന്ന് അല്ലാഹു പ്രൊട്ടക്ഷൻ കൊടുക്കും. വൈകുന്നേരം ചൊല്ലിയാൽ പുലർച്ചെ വരെ കൊടുക്കും. ഇത് ശൈത്താൻ അറിയാം. ഒരു തൗഹീദിലെ മനുഷ്യനെ ഇതാണ് ചൊല്ലേണ്ടല്ലോ, അല്ലാഹ് കൊടുക്കും. അല്ലാഹ് കൊടുക്കും. അതുകൊണ്ട് ഇന്ന് രാവിലെ സുബഹി കഴിഞ്ഞിട്ട് പള്ളിക്ക് ഇരുന്നങ്ങാണ്ട് അതൊരു 10 വട്ടം തികച്ചു പറയാൻ പിശാച് നമ്മളെ അയച്ചില്ല. ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകുമ്പോ രാവിലെ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ നടക്കുന്ന ആൾക്കാരാ ചൊല്ലു. സഹോദരിമാരെ, മുറ്റടിക്കാറില്ലേ? പാത്രം കഴുകാറില്ലേ? കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറില്ലേ? ആ ശാന്തമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. 10 സെക്കൻഡ് താഴെ വേണ്ടുള്ളൂ ആ ദിക്ർ ചൊല്ലാൻ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. തൗഹീദ് അതാണ് സഹോദരങ്ങളെ, ഇത്ര മഹത്വമാണ് ആ ദിക്ർ. അത് സ്വയം ചൊല്ലണം. സ്വയം അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിക്ർ ഒന്ന് ചൊല്ലാൻ ഇന്ന് പറ്റാത്ത ആൾക്കാരുണ്ടോ? നിസ്കാരത്തിൽ ചൊല്ലിയിട്ടുണ്ടാവും. അല്ലാത്ത ബസ്സിലിരുന്നപ്പോ, മോട്ടോർ സൈക്കിളിൽ പോയപ്പോ, ഹോട്ടലില് വെയിറ്റ് ചെയ്തിരുന്നപ്പോ, ഡോക്ടറെ അടുത്ത് ഇങ്ങനെ കാത്തിരുന്നപ്പോ അല്ലേ, എന്ന ശൈത്താൻ എന്ത് ചെയ്യുന്നു? ഇതൊക്കെ ചൊല്ലുന്ന ഒരു കൂട്ടർ നമ്മളെ ചുറ്റുവർത്തുണ്ട്. പക്ഷെ ഓരോരുത്തർ ഇടിയും മുട്ടിയും കൊടുക്കും അല്ലേ? അതോടുകൂടി അത് കഴിഞ്ഞു. പിശാച് അത് ചെയ്ത് ഓരോ നല്ല ദിക്ർ ചൊല്ലും, നമ്മൾ ദിക്ർ ചൊല്ലൂല. കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ, കുറ്റപ്പെടുത്തിയതല്ല. നമുക്ക് ലഭിച്ച ഈ മഹത്തായ ഫളിലുണ്ടല്ലോ, അത് നമ്മളൊന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ വിശദീകരിച്ചത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഈ ഒരു നന്മയുടെ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളണം, അത് പ്രചരിപ്പിക്കണം. അതോടൊപ്പം സഹോദരങ്ങളെ, ഈ പവിത്രമായ വിശ്വാസം നമുക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാനും ജീവിതത്തിൽ എപ്പോഴും കൂടെ ഉണ്ടാകാനും നമുക്ക് ചില ചിട്ടകൾ വേണമെന്ന് ഞാൻ പറഞ്ഞത്. അതിൽ ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തെ എന്താ അറിയോ? നമുക്കൊരു ശാന്തമായ കുടുംബാന്തരീക്ഷം വേണം. ശാന്തമായ കുടുംബാന്തരീക്ഷം വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കുടുംബം നമുക്കുണ്ടോ? നമുക്കുണ്ടോ? ഉണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ.
അതെവിടുന്ന തുടങ്ങുക? അതെവിടുന്ന തുടങ്ങുക? നമ്മളെ മക്കളെക്കുറിച്ചും നമ്മളെ കുടുംബത്തെക്കുറിച്ചും അവരുടെ കല്യാണങ്ങളെക്കുറിച്ചും ഒക്കെ ചിന്തിക്കണില്ലേ? അവിടെ വെച്ചിട്ട് എനിക്കൊരു വർത്തമാനം പറയല്ല. ഇന്ന് അധിക വീടുകളും അശാന്തമാണ്, ശാന്തിയില്ലാത്ത വീടുകളാണ്. കഴിഞ്ഞ ദിവസം ഫാമിലി കോൺഫറൻസിന്റെ ആവശ്യാർത്ഥം നമ്മളൊക്കെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ വീട്ടിൽ പോയി. ഞാനിത് പറയണതിനറിയാം, നമ്മളൊക്കെ നാട്ടിലെ ആളുകൾ, നമ്മളെ സലഫികളുടെ ഒക്കെ കുടുംബ അന്തരീക്ഷം, അതില് നിങ്ങളെ വകയും വേണം, നമ്മളെപ്പോഴും പറയാലോ മൂപ്പത്തിയേരെ വകയും വേണം. ആ ഇടത്തേക്ക് ഇയാള് ഭാരമാണ്. ഓളത് നിങ്ങളോട് ചോദിച്ചോളി, ഓളെ പാസ്ബുക്കോളോ ATM ഓളെടുത്താൽ പറയണേ. ഓളെ പറ്റി കുറച്ച് പറയണ്ടേ? നിങ്ങൾ വിചാരിക്കും ചെറുപ്പക്കാരനാണ്. ഇല്ല, 10-60 വയസ്സായ മനുഷ്യൻ ഇപ്പോഴും സ്വന്തം കുടുംബത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നമ്മളെ കുടുംബത്തിൽ വേറൊരു അനുഭവം കൂടി പറഞ്ഞുതരാം. മണ്ണാർക്കാട് പള്ളിക്ക് സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോ നമ്മളാളാണ്, അദ്ദേഹം നമ്മളെ സ്വീകരിച്ചിരുത്തി. അയാൾ പറഞ്ഞു 25,000 റുപ്യ തരാറ്. മകനെ വിളിച്ചു, ഗൾഫിക്ക് വിളിച്ചു. എടാ, നമ്മളെ മണ്ണാർക്കാട് പള്ളിക്ക് ഇവരൊക്കെ വന്നിട്ടുണ്ട്, ഇജെന്താ കൊടുക്ക? മകന്റെ മറുപടി എന്താ അറിയോ? വാപ്പ നിങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞോളേ, അത് ഞാൻ അയച്ചുതരാം. അങ്ങനത്തെ മക്കളുണ്ട്. ഞാനൊരു 25 പറഞ്ഞിരിക്കണോ? ആയിക്കോട്ടെ, എന്റെ ഒരു 25 കൂടി കൊടുക്കി. 50,000. നിങ്ങൾ വിചാരിക്കും വലിയ കായ്ക്കാരാണ്. ഒന്നുമില്ല ഈ സാധു മനുഷ്യന്. ഞങ്ങൾ പോന്നു, ഭയങ്കര സന്തോഷത്തിലാണ് പോകുന്നത്. ഒരു 2-3 ആളെ കണ്ട് തിരിച്ചു വന്നപ്പോ ഇയാൾ വിളിക്കുന്നുണ്ട്, നിങ്ങളൊന്നും കൂടി ഇങ്ങോട്ട് വീട്ടിൽ വരുമോ? ചെന്നപ്പോ എന്താ അറിയോ? 2 വള പിടിച്ച് നിൽക്കുക ഈ സാധു മനുഷ്യൻ. അപ്പോ ഞങ്ങൾ പോന്നേക്ക് പെണ്ണുങ്ങളെ ഉള്ളിൽ കുളിച്ചിരിക്കുക. എന്നിട്ട് പറഞ്ഞു, ഈ 2 വള നിങ്ങളേക്ക് കൊടുക്കും. അപ്പൊ നമ്മൾ ചോദിച്ച്, താത്ത നമ്മളെടുത്തുണ്ട്, അപ്പൊ നിങ്ങൾ എന്തേ അപ്പ പറയാഞ്ഞു? തമാശക്ക് ചോദിച്ചു. കാക്കാനോട് ചോദിക്കാതെ എങ്ങനെയാ തരാ? എന്റെ വാപ്പ തന്നതാണ് എനിക്ക്, പക്ഷെ ഇന്നാരാ നോക്കണേ? കാക്കാനോട് ചോദിക്കണ്ടേ? കാക്കാന്റെ മറുപടി, ഓളെ സ്വത്തല്ലേ, ഓളുക്കും കബറുക്കും പോണ്ടേ, ഇതൊരു വീടാ. ഈ 2 വീടും ഞാൻ പറഞ്ഞിട്ട് അറിയോ? 2 സലഫി കുടുംബത്തെ പറ്റി ഞാൻ പറഞ്ഞു. നമുക്കാകണം ഈ പവിത്രമായ വിശ്വാസം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു കുടുംബമാകണം. അല്ലാഹു വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്നറിയോ? വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ സക്കൻ മസ്കൻ, ശാന്തമായി ജീവിക്കാനുള്ള ഒരു വീട് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വീടിന്റെ അന്തരീക്ഷത്തെ അല്ലാഹ് അങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ കേടുവരുത്തുന്നത് ആരാരോ? നമ്മളാ. അല്ലാഹ് സക്കനായിട്ടാണ്, മസ്കനായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, സഹോദരന്മാരെ നിങ്ങൾ പ്രത്യേകം കേൾക്കണം കേട്ടോ, നിങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റാണ് മിനസ് സആദ. ഒരു പുരുഷന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം ഇബ്നി ആദമ, ആദമിനുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം 3 കാര്യങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അതുപോലെ വമിൻ ശഖ്വത്തിൻ ഇബ്നി ആദം 3, അവന്റെ പരാജയത്തിന്റെ, അവന്റെ സങ്കടത്തിന്റെ കാര്യവും 3 എണ്ണമാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, സആദ, അവന്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് അൽ മർഅത്തു സ്വാലിഹ, ഒരു നല്ല ഭാര്യ ഒരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞു. നല്ലൊരു ഭാര്യ ഉണ്ടോ, ആ മനുഷ്യന്റെ സൗഭാഗ്യമാണ്. അതേപോലെ റസൂലുള്ളാഹി പറഞ്ഞു, വൽ മസ്കനു സ്വാലിഹ്, ഒരു സ്വാലിഹായ നല്ല വീട്. സ്വാലിഹ് എന്താ? ഹറാമില്ലാത്ത, ഹറാമില്ലാത്ത. വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, എന്താ വാചകത്തിന് അർത്ഥം? സ്വാലിഹായ ഒരു കുട്ടി, സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു നിശ്ചയിച്ച ഒരു കുട്ടിങ്ങൾക്ക് ഉണ്ടാകണം. ആ കുട്ടിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അല്ലാഹു സ്വീകരിക്കുന്നവർ. വലദുൻ സ്വാലിഹ്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന മകൻ. ആ വാക്ക് അവിടെ ഉപയോഗിച്ച് അൽ മസ്കനു സ്വാലിഹ്, ഹറാമില്ലാത്ത വീട്, പലിശയില്ലാത്ത വീട് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് സൗഭാഗ്യം. വമർകബു സ്വാലിഹ്, നല്ല ഒരു വാഹനം, കാറെടുത്തു, ലോൺ എടുത്തില്ല, അതന്നെ എന്റെ അർത്ഥം. ആ പറഞ്ഞ വാക്കിന് ഇന്നത്തെ കാലത്ത് അർത്ഥം.
ഏറ്റിയപ്പൊന്നിന് കാറെടുത്താ പോരെ അല്ലേ? അതായി പറഞ്ഞിട്ടുണ്ട്. ഇനിയും മറ്റൊരു ഹദീസ് കേൾക്കണം. അർബഅത്തുൻ മിൻ സഅദ, 4 കാര്യങ്ങൾ ഒരു പുരുഷന് കിട്ടുന്ന സൗഭാഗ്യമാണ് ഹദീസിൽ. അതിൽ ഒന്നാമത് പറഞ്ഞത് അൽ മർഅത്തു സ്വാലിഹ, സ്വർഗത്തിൽ പോണ പെണ്ണ്. ആണോ? ആകണം. അങ്ങനെ ഒരു ഭാര്യയുള്ള ഒരാളാണ് ഈ ദുനിയാവിലെ ഏറ്റവും നല്ല മനുഷ്യൻ, ഭാഗ്യം കിട്ടിയ മനുഷ്യൻ. വൽ മസ്കനുൽ വാസിഅ, കുറ്റപ്പെടുത്തലുകളില്ലാത്ത, കോലാഹലങ്ങളില്ലാത്ത, വെറുപ്പിന്റെ വർത്തമാനമില്ലാത്ത വിശാലമായ വീട്. എന്താ വിശാലമായ വീട്? ചെറിയ വീടായിരിക്കും, പക്ഷേ ആ വീട്ടിൽ വന്ന ഭയങ്കര വിശാലത ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത് വൽ ജാറു സ്വാലിഹ്, നല്ലൊരു അയൽവാസി ഉണ്ടാകുക. വൽ മർകബുൽ ഹനീ, നല്ലൊരു വാഹനം ഉണ്ടാകുക. അത് 4 ഉണ്ടായാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സൗഭാഗ്യവാനാണ് എന്ന് പറഞ്ഞു. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയത്തിൽപ്പെട്ടതാണ്, നാശത്തിൽപ്പെട്ടതാണ് അൽ ജാറു സൂ, ഏറ്റവും മോശപ്പെട്ട ഒരു അയൽവാസി ഉണ്ടാകുക. വൽ മർഅത്തു സൂ, തെറ്റ് ചെയ്യുന്ന, തെമ്മാടിത്തരം ചെയ്യുന്ന ഒരു ഭാര്യ അവനുണ്ടാകുക. വൽ മസ്കനുൽ ദയ്യിഖ്, സമാധാനമില്ലാത്ത ഇടുങ്ങിപ്പോകുന്ന വീടൊരാൾക്കുണ്ടാകുക. വൽ മർകബു സൂ, മോശപ്പെട്ട വാഹനം, ഹറാമോണ്ടുണ്ടാക്കിയ വാഹനം, കട്ടുണ്ടെന്ന വാഹനം. ചിന്തിച്ചു നോക്കി, അല്ലാഹ് പറഞ്ഞതാ നമ്മളെ വീട് വിശാലമാകണമെങ്കിൽ, നമ്മുടെ ചുറ്റുപാട് നന്നായി തീരണമെങ്കിൽ അള്ളാഹുവിന് വലിയ തൗഫീഖ് വേണം. അല്ലാഹ് തൗഫീഖ് കൊണ്ട് അനുഗ്രഹിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, വിവാഹം മുതൽ ഒരാൾ ശ്രദ്ധിക്കണം. ഒരു പെണ്ണ് ശ്രദ്ധിക്കണം, ഒരു ആണ് ശ്രദ്ധിക്കണം. അള്ളാഹിന്റെ റസൂലിന്റെ ഈ ഹദീസ് കേൾക്കാത്ത ഒരാളുണ്ടാവില്ല. എന്താ ഹദീസ്? തുൻകഹുൽ മർഅത്തു ലിഅർബഇൻ, ഒരു പുരുഷൻ ഒരു പെണ്ണ് കെട്ടുന്നു 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവൻ പെണ്ണിനെ അന്വേഷിക്കുക. 4 ഘടകങ്ങൾ അവൻ ശ്രദ്ധിക്കുന്നതാണ്. എന്നെന്താണ്? ലിമാലിഹ, ഒന്നോളം സ്വത്ത് കണ്ടിട്ടാക്കാരം അല്ലെ? കഴിഞ്ഞ ആഴ്ച ഒരു ആത്മഹത്യ തെക്കൻ കേരളത്തിൽ കണ്ടില്ലേ സഹോദരങ്ങള്? എന്തായിരുന്നു? ഒരു 2 വലിയ ഇഷ്ടത്തിലായിരുന്നു, പക്ഷേ ഒരു മാല് വേണ്ടിയിരുന്നു, പെണ്ണ് ആത്മഹത്യ ചെയ്തു. അപ്പൊ ആണുങ്ങൾ അങ്ങനെയാണ്, മാല് കണ്ടുവരും. വലിയ ഹസബിഹ, തറവാട്, വലിയ തറവാട്ടിലെ ഉന്നത കുലയാണ് നോക്കും. 3 വജമാലിഹ, സൗന്ദര്യം. 4 വലിദീനിഹ, ദീന്. മുകളിൽ പറഞ്ഞ 3 നശിക്കും, സ്വത്ത് തകർന്നു പോകും. അതേപോലെ തന്നെ തറവാട്, ഏതെങ്കിലും ഒരാള് മോശപ്പെട്ടൊരു കാര്യം ചെയ്താൽ മതി, തറവാടിന്റെ എല്ലാ പേരും പോകും. സൗന്ദര്യം അല്ലേ? ഗ്യാസ് സ്റ്റൗന്ന് തിളച്ച എണ്ണയോ വെള്ളോ മുഖത്തേക്കൊന്ന് പോയാൽ മതി, കഴിഞ്ഞില്ലേ? പിന്നെ മുഖം തന്നെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാതെ. അല്ലാഹു നമുക്ക് അത് സംരക്ഷിക്കുമാറാവട്ടെ. എന്നാൽ എപ്പോഴും കെടാതെ നിൽക്കുന്ന ഒന്നുണ്ട്, വലിയ ദീനിഹ, അവളുടെ ദീനനുസരിച്ച് വേണമെന്ന്. അതുകൊണ്ട് നമ്മളെ മക്കളെ കെട്ടിക്കുമ്പോ, മക്കൾക്ക് പെണ്ണന്വേഷിക്കുമ്പോ ഒന്ന് ആലോചിച്ചാളി. നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയുടെ സർട്ടിഫിക്കറ്റിന്റെ വലുപ്പം എണ്ണോ യൂറോപ്പിൽ എവിടെയെന്ന് ചോദിക്കപ്പോ നാട്ടിൽ നിന്ന് മഞ്ചേരി എവിടെയെന്ന് ആരും ചോദിക്കില്ല. ഇപ്പൊ പെൺകുട്ടികൾക്കും ചോദ്യമില്ല, ഇവിടെ ഉള്ള ആൾക്കാരൊന്നും ആർക്കും വേണ്ട. എന്നിട്ട് ആ ബോഷ്ക്ക് കണ്ടങ്ങോട്ട് കെട്ടിക്കും. 3-ാം ദിവസം പെരയിൽ വന്ന് കരയാ. എന്തേ ശ്രദ്ധിക്കാതെ പോയത്? അല്ലാഹ് പറഞ്ഞു, നിങ്ങളെ വീട് വാസിയാണോ നല്ലോണം ശ്രദ്ധിക്കണം എന്നാണ്. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ഈ ഹദീസ് ഈ ലിബറലിസത്തിന്റെ കാലത്ത് നല്ലോണം ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, നന്നായി ശ്രദ്ധിക്കണം. മക്കളെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എന്താ അറിയോ, ആ നാടും ആ വീടും തകർന്നു പോകുമെന്ന് നമ്മൾ വിചാരിക്കും. അതിനെന്ത് വേണം നിങ്ങള്? നല്ല സദ്വിചാരം വേണം, നല്ല ചിന്ത വേണം. വിശുദ്ധ ഖുർആനിൽ ഒരു ഉപമ ഉണ്ട് കേട്ടോ. ആ ഉപമ ഇവിടേക്ക് ഫിറ്റാ. സൂറത്ത് അറാഫിൽ 58-ാമത്തെ ആയത്താ. നിങ്ങളൊന്ന് ചെന്നിട്ട് പരിശോധിച്ച് നോക്കൂ. അല്ലാഹ് പറയാം, അൽ ബലദു ത്വയ്യിബ് യഖ്റുജു നബാതഹു ബിഇദ്നി റബ്ബി. ഒരു നല്ല മണ്ണ്, ആ നല്ല നാട്ടിലെ അതിലെ സസ്യങ്ങൾ ആ നല്ല നാട്ടിൽ അള്ളാന്റെ അനുമതി പ്രകാരം നന്നായി മുളച്ചു വരുന്ന. ബലത് എന്ന മണ്ണ്, നാട്, അതിലെന്ത് ചെയ്യും? നല്ല വിത്ത് മുളക്കും. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, വല്ലദീ ഹബ്സു ലാ യഖ്റുജു ഇല്ലാ നകിദ.
മോശമായ നാട്ടിൽ ശുഷ്കമായി കൊണ്ടല്ലാതെ സസ്യം മുളച്ചു വരൂല. ഊശ്വരമായ ഭൂമിയിൽ നല്ല സസ്യങ്ങൾ ഉണ്ടാവുകയില്ല. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, കദാലിക നുസർരിഫുൽ ആയാതി ലിഖൗമിൻ യതദക്കറൂൻ. അപ്രകാരമാണ് നന്ദി കാണിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നാം ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചു തരുന്നത്. അപ്പോ ഇത് ഈ ആയത്ത് പണ്ഡിതന്മാർ കൊടുത്തൊരു സ്ഥലം എവിടെ അറിയോ? ഈ ഹദീസൊക്കെ പറഞ്ഞിട്ടാണ്. ഈ ഹദീസ് പറഞ്ഞിട്ടാണ്, നല്ല കുടുംബത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് അല്ലാഹ് പറഞ്ഞ ഈ ആയത്ത് വലിയ വലിയ ശേഖന്മാർ കൊടുത്തിട്ടുള്ളത്. അതായത് നല്ല മണ്ണുള്ളിടത്തെ നല്ല വിത്ത് മുളക്കും, ഊശ്വര ഭൂമിയില് നല്ല ചെടികൾ ഉണ്ടാവില്ല, ബുദ്ധിലൊന്നും മനസ്സിലാവില്ല. അപ്പോ ശേഷം കരഞ്ഞാൽ അല്ലാഹ് സ്വീകരിക്കൂല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും സ്വീകരിച്ചേ പറ്റൂ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഇങ്ങനെ ഒരു നല്ല സദ്ബുദ്ധി ഉണ്ടോ, നല്ലൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടോ? മക്കളെ കാര്യം വരുമ്പോഴത്തേന് പിന്നെ ദീനും ദുനിയാവൊക്കെ മറന്നാല് ഇതൊന്നും കിട്ടൂല. ആ നല്ല ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയതുഹും ബിഈമാൻ, വിശ്വാസത്തിൽ അവരെ പിന്തുടരുകയും വിശ്വാസത്തിലെ മക്കൾ നമ്മെ പിന്തുടരുകയും വല്ലദീന ആമനു വിശ്വസിക്കുകയും വത്തബഅതുഹും ദുർരിയതുഹും ബിഈമാൻ, നമ്മൾ പഠിച്ച ഈ തൗഹീദും ഈ ഇസ്ലാമും നമ്മുടെ മക്കൾ ശരിയാവണ്ണം ഉൾക്കൊള്ളുകയും ചെയ്താൽ അപ്പോഴുള്ളൂ അൽഹഖ്നാ ബിഹിം ദുർരിയതുഹും, അവരെ കുട്ടികളെ ഞാൻ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടും. അപ്പൊ നമുക്ക് എത്ര വലിയ ബാധ്യത ഉണ്ട് സഹോദരങ്ങളെ, അല്ലേ? നമ്മുടെ മക്കളെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ. ഇന്ന് കാലം മാറിയിട്ടുണ്ട്, ഇന്ന് കോലം മാറിയിട്ടുണ്ട്, അല്ലേ? നമ്മളെ പ്ലസ് 1-നും പ്ലസ് 2-നും പഠിക്കണ മക്കളൊക്കെ ഇപ്പൊ NSSന്റെ ക്യാമ്പിന് പോയി വന്നില്ലേ? അവരോട് ചോദിച്ചു നോക്കിയും എന്താ അവിടെ ഉണ്ടായി? അവിടെ നല്ല അധ്യാപകരല്ലാത്ത ചില സ്കൂളുകളിലൊക്കെ സംഭവിച്ചെന്താരോ, ഈ ലിബറലിസം തലയിൽ കയറിയോലെ സ്കൂളിൽ സംഭവിച്ചെന്താരോ, ഈ നമ്മൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമ്മൾ പൊന്നുപോലെ സംരക്ഷിച്ചിരുന്നവരുടെ എല്ലാ സച്ചിന്തകളെയും നശിപ്പിക്കുന്ന രൂപത്തിൽ ഇടകലർത്തി ബന്ധപ്പെടുത്തി സംസാരിപ്പിച്ച് ആലിംഗനം ചെയ്യിച്ച് ഹഗ് ചെയ്യിച്ച് കെട്ടിപ്പിടിച്ച് എന്തൊക്കെ ചെയ്യിച്ചു. എന്താ പറയണോ? ഇവിടെ ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, അത് പഠിപ്പിക്കാം. അല്ലാഹ് പറഞ്ഞ എന്താ? ആണും പെണ്ണും വ്യത്യാസമുണ്ട്, ആണും പെണ്ണും വ്യത്യാസമുണ്ട്, രണ്ട് സൃഷ്ടിപ്പ. പക്ഷേ രണ്ടു പേർക്കും അവരവരുടേതായ സ്ഥാനമുണ്ട്, ആദരവുണ്ട്, സ്ഥാനത്ത് നിൽക്കണം എന്നാണ് പറഞ്ഞത്. അറിയോ, ഒരു പെണ്ണിനെ സ്പർശിക്കുന്നത് ഒരു ആണെടുത്ത് തലയിലടിക്കുന്നതിനേക്കാൾ വേദനാജനകമായി അനുഭവപ്പെടണം എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നിട്ട് ഈ ആയത്ത് ഓതിക്കും വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയതുഹും ബിഈമാൻ അൽഹഖ്നാ ബിഹിം ദുർരിയതുഹും. അവർക്ക് നമ്മളെ മക്കളില്ലേ, നിങ്ങളൊക്കെ വേർപ്പ് ആർക്ക് വേണ്ടിയ സഹോദരങ്ങളെ? നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയല്ലേ? ആ കുട്ടികളെ കുറിച്ചല്ല പറഞ്ഞത്. കിട്ടൂല, നാളെ കിട്ടൂല, ദുനിയാവും തന്നെ കിട്ടൂല. അല്ലാഹു നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. വമാ അലത്നാഹും മിൻ അമലിഹിം, അല്ലാഹു ഒരാളുടെ കർമ്മം കുറച്ചു കൊടുക്കൂല. മിൻ ഷൈഇൻ കുല്ലി ഇംറിഇൻ ബിമാ കസബ റഹീൻ, ഏതൊരാളെ എന്താണോ ചെയ്തത് സമ്പാദിച്ചു വെച്ചതിന്റെ പണയപ്പെട്ടവനാണ് അവൻ. ഞാനും എന്താണോ ചെയ്തത് അതിന് നാളെ അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഈ കുടുംബം എന്ന വിഷയം പറയുമ്പോൾ നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കും. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക, അടുത്ത തലമുറക്ക് നമ്മൾ മാതൃകയായി ജീവിക്കുക. രണ്ടാമത് വേണ്ട എന്താ പറയുക, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. രണ്ടാമത് വേണ്ട എന്താ, നമ്മുടെ വീടിന്റെ അന്തരീക്ഷം. നമ്മുടെ വീടിന്റെ അന്തരീക്ഷം, വീടുണ്ടാക്കിയപ്പോ നമ്മൾ സമാധാനമാണ് ആഗ്രഹിച്ചത്. പക്ഷേ വീടിന് ഇപ്പൊ സമാധാനമല്ല. കാരണം എന്താ, വീടുണ്ടാക്കിയപ്പോ നമ്മൾ വീട്ടിക്ക് വാങ്ങാൻ പാടില്ലാത്ത ചില സംഗതികൾ വാങ്ങി. അതാണ് പ്രശ്നം. നമ്മളെടുത്തൊരു 4 ലക്ഷം ഉറുപ്പിക ഉണ്ടായിരുന്നു, നമ്മൾ വീട് വെച്ചത് 8 ലക്ഷത്തിനാണ്. 4 ലക്ഷം കടം വാങ്ങിക്കല്ല, ലോൺ എടുത്തത്. അതാ പ്രശ്നം.
അതാണ് പ്രശ്നമായത്. ആ ഹറാമിൽ പടുത്തുയർത്ത ആ വീട്ടിലെ എത്ര കടന്നുറങ്ങിയാലും സമാധാനം ഉണ്ടാവില്ല. വളരെ സൂക്ഷ്മത പാലിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു സഹോദരൻ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, കരഞ്ഞുകൊണ്ട് പറഞ്ഞാണ് ആ വീടിന്റെ ഒരു സമാധാനക്കടി. ഈ ഹദീസാ ഞാൻ പറഞ്ഞു കൊടുത്തത്. 4 കാര്യത്തിനാണ് പെണ്ണ് കെട്ടുക. അതില് എന്റെ വാപ്പ ആദ്യത്തെ 3 തെരഞ്ഞത്, ഇജി പോയിങ്ങാണ്ട് 4ാമത്തെ തെരഞ്ഞില്ല എന്ന് പറഞ്ഞു. ഓൻ പറഞ്ഞു ശരിയാണ്, അതിന്റെ അടുത്ത് പറ്റി. ഓൾക്ക് 1 നില പെര പോരാ, 1 നില പെര പോരാ, 2 നില വേണം. ഓളെ ഏട്ടത്തിക്കുണ്ട്, ആ പ്രശ്നം. ഓളെ ആങ്ങളെ ഗൾഫിൽ നിന്ന് കായൊന്നാണ് ഉണ്ടാക്കിക്കണം. ഈ സാധു ഒരു LD ക്ലർക്കാണ്. ഓനെന്താ കാട്ട്? വാപ്പ ഈ LD ക്ലർക്കിനെ വെച്ചാണ് വിറ്റതാണ്, മകനെ വിറ്റു. പറ്റരുതിട്ടോ, നമ്മളെടുത്ത് പറ്റരുത്. എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും? ഡബിൾ ഡോർ ഫ്രിഡ്ജുമാണ്. അത് ചെറിയ കമ്പനി പോരാ. നിങ്ങളും പോയി ചോദിച്ചോക്കൊണ്ട് തന്നെ വില ലക്ഷങ്ങൾക്ക് മുകളിലാണ് ഫ്രിഡ്ജിന് വില. ബാത്റൂമിൽ ചെറിയ സൗകര്യം പോരാ, ജഗോറിന്റെ ഫിറ്റിംഗ്സ് വേണം. കുടിക്കാര് വന്ന് കണ്ട എന്താ പറയുന്നത്? കരഞ്ഞ ഈ മനുഷ്യൻ പറയണത് 10, 25, 10, 30 വയസ്സുള്ള മനുഷ്യൻ പൊട്ടിയാണ് കരഞ്ഞ എന്തെങ്കിലും കാട്ടുക. ഞാൻ അനുഭവം പറയണത് എന്തിനറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു ആയത്ത് നിങ്ങളൊന്ന് കേട്ട് നോക്കി. വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് ലിയുളില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമ വയത്തഖിദഹാ ഹുസ്വ ഉലൈക ലഹും അദാബും മുഹീൻ. അല്ലാഹു പറയാ വമിനന്നാസി, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്, മൻ യശ്തരി ലഹുവൽ ഹദീസ്, അവർ വിനോദ വർത്തമാനങ്ങൾ വിലക്ക് വാങ്ങുന്നവർ. ആ വിനോദ വർത്തമാനങ്ങൾ വിലക്ക് വാങ്ങുന്നു. ലിയുളില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമ, യാതൊരു അറിവുമില്ലാതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ വഴിതെറ്റിക്കുകയും ചെയ്യുന്നു. ഇവിടെ ലഹുവൽ ഹദീസ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹുവൽ ഗിനാ വ അശ്ബാഹുന, പാട്ട്, സംഗീതം, ഇതുപോലുള്ള സംഗതികളാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹുവൽ ഗിനാ, അത് സംഗീതമാണ്, നൃത്യങ്ങളാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അൽ ഗിനാ, നിങ്ങൾ സംഗീതവും അതുമായി അനുബന്ധ കാര്യങ്ങളും ചെയ്യുന്നുവെങ്കിൽ യുൻബിത്തു അന്നിഫാഖ് ഫിൽ ഖൽബ്, അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിഫാഖ്, കാപട്യം മുളപ്പിക്കുന്ന, കുറെ കാലം കേട്ട നിഫാഖാണ് സ്ഥിരാവും. അതാ പ്രശ്നം. പിന്നെ മാറ്റാൻ കഴിയൂല. നിഫാഖിന്റെ പ്രശ്നം തരങ്ങളെ അത് ഉരുകേണ്ട ഒട്ട ചെയ്യാം. പിന്നെ മാന്തിയാലും കൂടി കിട്ടൂല. കാപട്യം എടുത്ത് നിറഞ്ഞ പിന്നെ രക്ഷയില്ല. അതുകൊണ്ടാ മുനാഫിഖ് ദർക്കിൽ അസ്ഫൽ എന്നുള്ള പറഞ്ഞത്. ഓന് നരകത്തിന് അടിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നിസ്കാരത്തായം കൊണ്ട് നടന്ന് സകാത്ത് കൊടുത്ത് പെരുമ കാണിച്ച് എല്ലായിടത്തും ഉണ്ടായിരുന്നു. പക്ഷെ മനസ്സ് മുഴുവൻ നിഫാഖ. ഇവിടെ ആ ലഹുൽ ഹദീസിനെ വിശദീകരിച്ചിടത്തൊക്കെ കാണാൻ പറ്റും ഹറാമുകളാണ്. അപ്പൊ ജീവിതത്തിൽ നമ്മുടെ ഈ ഹറാമിന്റെ വാതിലുകൾ തുറക്കുന്നുണ്ടോ അല്ലെ? കല്യാണം എന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് മുസ്ലിമീങ്ങൾ നടത്തുന്ന കല്യാണങ്ങൾ യഥാർത്ഥത്തിൽ ഗാനമേളയും ലൈവ് സോങ്ങും ഡാൻസും നിറഞ്ഞു നിൽക്കാൻ. അവിടെ ബാറക്കല്ലാഹുലൊക്കെ പ്രാർത്ഥിച്ച അല്ലാഹു സ്വീകരിക്കോ? നിങ്ങൾ പോയിട്ടില്ല അങ്ങനത്തെ കല്യാണത്തിന്? അല്ലേ? നമ്മളെ മക്കളെയും പേരക്കുട്ടികളെയും കല്യാണമൊക്കെ കണ്ടുവരുമ്പോ ഇന്റതും അങ്ങനെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അതാ നിഫാഖ് എന്ന് പറഞ്ഞു. ലഹുവൽ ഹദീസ്, ഈ ജാതി വിനോദങ്ങൾ വിലക്ക് വാങ്ങുന്ന ആളുകൾ എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ സ്വസ്ഥത ഉണ്ടാവുക? പിന്നെ എങ്ങനെ ആദർശ മഹിമ ഉണ്ടാവുക? കഴിഞ്ഞ ദിവസം 2 തൊട്ടടുത്ത് അപ്പുറം നടക്കണ 2 ഓഡിറ്റോറിയങ്ങൾ ഒന്നിച്ചെടുത്തുങ്ങാണ്ട് ഒരാൾ കല്യാണം നടത്തി. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 10, 25, 30 ലക്ഷം റുപ്യ ചങ്ങാക്കി ചെലവായിട്ടുണ്ടാവും. ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരിക ജ്യൂസുകളൊക്കെ. ആൾക്കാരിങ്ങനെ എടുക്കാൻ തല്ലൂട, ഇങ്ങനെ എന്തൊക്കെ യന്ത്രമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരിക. ഒരു 10, 30 ചായപ്പീടിയ അങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാം കുലുമാലുന്നു. ഭക്ഷണത്തിന് ചെന്ന് നോക്കുമ്പോഴോ ശരിക്ക് അള്ളാന്റെ അദാബ് ഇറങ്ങുമെന്ന് നമ്മൾ പേടിക്കണം. ഒരു 5 ലക്ഷത്തിന് കല്യാണം നടത്തി.
ഇനി എല്ലാവർക്കും ഒരു ബിരിയാണി കൊടുക്കണം. നിങ്ങളൊക്കെ മനസ്സിലാഗ്രഹമുണ്ട്, എനിക്കും ഉണ്ടാക്കണം. എന്റെ പെണ്ണിനെ കെട്ടിക്കുമ്പോ നിങ്ങളൊക്കെ ഒന്ന് വിളിച്ച് ഒരു ചായ ഒരു ബിരിയാണി ഒക്കെ തരാൻ അള്ളാഹ് അനുഭവിച്ചാൽ വലിമത്ത് കൊടുക്കാൻ പാടും, ഒക്കെ ചെയ്യാം. പക്ഷേ ഈ ലഹുവൽ ഹദീസിക്ക് ഇങ്ങനെ പോണേ മനുഷ്യന്മാര്. എന്നിട്ട് അവിടെ ചെല്ലുമ്പോ ഇസ്ലാമികാകാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ആൾക്കാർ പാടിയ സിനിമാ പാട്ടിന്റെ മാപ്പിള സോങ് പാടിയ ഒക്കെ ഇസ്ലാമായി. ഞാൻ അതിങ്ങനെ പറയണത് എന്തുകൊണ്ടറിയോ സഹോദരങ്ങളെ, നമ്മൾ തകർന്നു പോകാൻ പാടില്ല, നമ്മളെ ഉമ്മത്ത് തകർന്നു പോകാൻ പാടില്ല. കാരണം അങ്ങനെ ജീവിക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കൈ ഉയർത്തി റഹ്മാനായ റബ്ബ് സ്വീകരിക്കണം, അള്ളാഹ് സ്വീകരിക്കണം, അള്ളാഹ് വിളിച്ച കേൾക്കണം. ഫലസ്തീനിലെ ജനങ്ങൾ വിളിക്കണില്ലേ സഹോദരങ്ങളെ, അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ, അവരുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുക്കുമാറാവട്ടെ. പ്രതിസന്ധി നമുക്കും വരുമ്പോഴേ അള്ളാഹ് സ്വീകരിക്കണം നമ്മളെ. അതുകൊണ്ടാണ് ഈ ഒരു പ്രമേയം വെച്ചിട്ട് നമ്മൾ നാടായ നാട് പറഞ്ഞുകൊണ്ട് കിടക്കണം. ഈ തൗഹീദ് പറയണേ അള്ളാഹ് കേൾക്കണം, നമ്മളാണ് വിളിച്ച അള്ളാഹ് കേൾക്കണം. വേറെ ആരെ നമ്മളെ സംരക്ഷിക്കല്ലേ, റഹ്മാനായ റബ്ബല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? പക്ഷേ നമ്മൾ കിട്ടിയ ചാൻസ് എന്ത് ചെയ്യും? ഈ ജാതി എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് ഇങ്ങനെ പുലർന്നിങ്ങനെ കാണും ഓരോ വീട്ടിലും ചെന്നാൽ, അല്ലേ? ഹോം TV, ഹോം തിയേറ്റർ. ഇപ്പോ ഓരോ മനുഷ്യന്റെ ചെവിയിലും ഡ്രം അടിച്ച് പൊട്ടിക്കുന്ന രൂപത്തിലുള്ള പാട്ട കേൾക്കണം. അപ്പൊ പുറത്ത് കേൾക്കൂല, ഫുള്ള് കേൾവി ചെവിയില. ഹറാം ഇങ്ങനെ കേൾക്കും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു ഖൗം ഉണ്ടാകുന്ന, ഒരു സമുദായത്തിൽ നിന്ന് അഖ്വാമുൻ ജനത ഉണ്ടാകും. എന്താ അവരുടെ പ്രത്യേകത? യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്. 4 തോന്നിവാസങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. വ്യഭിചാരം, പട്ട്, അതായത് വസ്ത്രത്തിലുള്ള ദൂർത്ത്, പട്ടുവസ്ത്രങ്ങൾ ധരിക്കല്, വൽ ഖംറ മദ്യം, ലഹരി, വൽ മആസിഫ് സംഗീതം, നൃത്തം, ഡാൻസ്. TV തുറന്നിരുന്നു നോക്കുന്നുണ്ടോ? മൊബൈൽ തുറന്നു നോക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളൊക്കെ മൊബൈൽ വാച്ച് ചെയ്തിട്ട് ടൈം ഒന്ന് നോക്കി, അതിൽ നമ്മൾ കണ്ട് നമ്മൾ പിന്നെ നിസ്സാരം തോന്നും, തമാശയല്ലേ അല്ലെ? റീലുകൾ കാണൽ ആളുകൾക്ക് ഇപ്പൊ ഒരു തമാശയായി മാറി. എന്തും കാണാം, എന്തും കേൾക്കാം, ഒരു പ്രശ്നമല്ല. അതൊക്കെ ഓഫാക്കിയിട്ട് ആ മൊബൈൽ എന്റെ മുമ്പിൽ വെച്ചിട്ട് അല്ലാഹു അക്ബർ, ഹേ അള്ളാഹ്ക്ക് എന്ത് തിരക്കാന്നറിയോ നമ്മൾ അല്ലാഹു അക്ബർ സ്വീകരിക്കാൻ. ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഇങ്ങനെ പോവുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞ് ആ കാലഘട്ടത്തിൽ ഇങ്ങനെ പോവുക. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞില്ലേ, നമ്മൾ മാറണം, നമ്മുടെ വീടും മാറും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എങ്ങനെ മാറ്റും നിങ്ങള്? എന്താ മാറ്റം? അള്ളാന്റെ ആളാകാന്നില്ല, നമ്മൾ ശൈത്താന്റെ ആളാകാം. അള്ളാന്റെ ആളാകാന്ന് പറഞ്ഞ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. മനുഷ്യന്മാരെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹ്ക്ക് ചില ആളുകൾ ഉണ്ട്. അവരാരെന്നറിയോ? ഖാലു യാ റസൂലുള്ളാഹ്. അവർ റസൂലുള്ളാഹിനോട് ചോദിച്ചു, മൻ ഹും, ആരാണ് അവർ? റസൂലുള്ളാഹി പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ. അവർ ഖുർആനിന്റെ ആളുകളാണ്. ആ ഖുർആനിന്റെ ആളുകൾ അഹ്ലുല്ലാഹി വഖാസ, അവർ അള്ളാഹിന്റെ പ്രത്യേകം ആളുകളാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട ആളുകളാണോ ആ ആളുകൾ അള്ളാഹിന്റെ ആളുകളാണ്. ഇതെവിടെ വെച്ചിട്ടാ പാരായണം ചെയ്യേണ്ടത്? പള്ളിയിൽ വെച്ച് പാരായണം ചെയ്യണം, വീട്ടിൽ വെച്ച് പാരായണം ചെയ്യണം. ഞങ്ങൾ ചോദിക്കട്ടെ സഹോദരി സഹോദരന്മാരെ, നമുക്കൊക്കെ സ്വന്തമായിട്ട് ഖുർആൻ ഉണ്ട്, മൊബൈൽ ഉണ്ട്, 4 ഷൂ ഉണ്ട്, 8-10 ഫാൻ ഉണ്ട്, ഒരു 10-25 കുപ്പായുണ്ട്, കിടക്കാൻ സ്വന്തമായിട്ട് ബെഡ് ഒക്കെ അല്ലേ സ്വന്തം അല്ലേ? എന്റെ ഖുർആൻ എന്ന് പറയാനുണ്ടോ? എന്റെ ഖുർആൻ അതിങ്ങനെ മറിച്ചിട്ട് മുഷിഞ്ഞ് 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 അതിങ്ങനെ കാണുമ്പോണ്ടല്ലോ ഒരു സന്തോഷം. അങ്ങനത്തെ ഖുർആൻ അല്ലാഹ് പറഞ്ഞു, ഇന്റെ ആള്, ഇന്റെ ആള് അല്ലേ, ഇന്റെ ആള്. ഒരു MLA ഇങ്ങനെ പോകുമ്പോ അയാളെ നമുക്കൊന്ന് കൈ ഉയർത്തി കാണിച്ച നമ്മൾ ആ മഞ്ചേരി അങ്ങാടി നമ്മളാളാ പറയല്ലേ, ഓനാരാ 10 വോട്ടിന് ജയിച്ചോ, നമ്മള് കാറ് പോകുമ്പോ കയ്യൊന്ന് തിരിച്ചു നമ്മൾ അഭിമാനം കൊള്ളണം. അല്ലാഹ് പറഞ്ഞു, ഖുർആനിന്റെ ആളാണോ അവൻ എന്റെ ആളാണ്. ഇന്ന് ഖുർആൻ ഓതി, ഇന്നേ ഓതി, പലർക്കും ഉത്തരം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. റസൂലുള്ളാഹിന്റെ ഈ ഹദീസ് കേട്ടിട്ട് സഹാബത്ത് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടറിയോ? റസൂലേ, ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ ഖുർആൻ ഓതട്ടെ, 3 ദിവസം കൊണ്ട് ഓതട്ടെ,
അള്ളാന്റെ റസൂൽ പറഞ്ഞു ഇഖ്റഉൽ ഖുർആൻ ഫീ കുല്ലി ശഹർ, എല്ലാ മാസങ്ങളും ഖുർആൻ ഓതിക്കോളി. മാസത്തിലൊരു തവണ നിങ്ങൾ ഖുർആൻ ഓതിക്കോളി. മാസത്തിലൊരു തവണ ഓതണമെങ്കിൽ ഒരു ദിവസം ഒരു ജുസു ഓതണം. സഹോദരന്മാരെ, ഇങ്ങൾക്ക് കുറച്ചും കൂടി നീട്ടി ഓതണം. 6 ദിവസം ഓതാൻ പറ്റും. എത്ര കൗതുകത്തിൽ അല്ല പറഞ്ഞ് ആ ഖുർആൻ ഓതും, ഖുർആൻ പഠിക്കും, ഖുർആൻ ക്ലാസ്സിൽ വരും ചെയ്യുമ്പോഴാണ് നമുക്ക് അള്ളാഹു ഈ നിഅമത്ത് തരാ. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഇവിടെ നമ്മൾ ഒന്നിച്ചിരിക്കുന്നുണ്ട്. ഇത് നമ്മളെ തന്നെയാണ് ഓർമ്മപ്പെടുത്തേണ്ടത്. പിശാച് മറപ്പിക്കും. ഓന് എളുപ്പമുണ്ട്. നമ്മളെ തിരക്കൊക്കെ നമ്മളെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? ഈ ഖുർആൻ ഓതാൻ മറപ്പിക്കും. പിന്നെ പിശാചിന്റെ വീടില്ലാതിരിക്കാൻ വേണ്ടി വേണ്ട എന്തറിയോ? ഇബാദത്ത് വീട്ടിൽ നിന്ന് നിർവഹിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ നിസ്കാരം എവിടെ നിസ്കരിക്കുക? പള്ളിയിൽ നിന്നല്ലേ. എന്നാല് വീട് പള്ളികളെ പോലെ ആകണം. പിശാചിന്റെ ശവപ്പറമ്പാവരുത്. റസൂൽ പറയാ, മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീഹി, അല്ലാഹനെ കുറിച്ച് ഓർക്കുന്ന വീടിന്റെ ഉപമ, വൽ ബൈത്തില്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി, അല്ലാഹനെ തീരെ ഓർക്കാത്ത വീടിന്റെ ഉപമ, അൽ ഹയ്യു വൽ മയ്യിത്ത്, ഒന്ന് ജീവനുള്ളതാണ്, മറ്റൊന്ന് മയ്യത്താണ്, ജീവനില്ലാത്തത്. അല്ലാഹനെ കുറിച്ച് ഓർക്കുന്ന വീടേ ജീവനുള്ളതുള്ളൂ, അല്ലാഹനെ കുറിച്ച് ഓർക്കാത്ത വീട് മയ്യത്ത് പോലെയാണ്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ഹദീസ് ഒന്നുകൂടി കേൾക്കും. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഫഇന്ന അഫ്ളല സ്വലാത്തിൽ മർഇ ഫി ബൈത്തി ഇല്ലാ അസ്സലാത്തുൽ മക്തൂബ, സുന്നത്തായ നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നിർവഹിക്കലാണ് പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠം ഒരു പുരുഷന്. ആ സുബഹിന്റെ മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ച് സുബഹി ബാങ്ക് കേട്ട് 2 റക്അത്ത് നിസ്കരിച്ച് ആ ഒന്നോട് കൂടിയാണോ നമ്മൾ പള്ളിക്ക് പുറപ്പെടുന്നത്? ആണോ? നമുക്കാവണം. അപ്പോഴേ നമ്മൾ സലഫിയാകുള്ള സഹോദരങ്ങളെ. എന്ത് തിരക്കുണ്ടെങ്കിലും എന്ത് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ തീരുമാനിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാന്റെ റസൂൽ പറഞ്ഞു, അങ്ങനെ സുബഹി നിസ്കരിച്ചോ ഫഹുവ ഫീ ദിമ്മത്തില്ല, അള്ളാന്റെ പ്രൊട്ടക്ഷനിലാണ്. ദിമ്മത്ത് എന്ന് പറഞ്ഞ പ്രൊട്ടക്ഷൻ. എന്താ പ്രൊട്ടക്ഷൻ? ഈ ഹദീസിനെ വിശദീകരിച്ച് ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞെന്താരോ, ഇത്തരം ആളുകളോട് ശണ്ട കൂടാനോ തല്ലുകൂടാനോ പോകാൻ പാടില്ല. കാരണം ഓനെ അള്ളാഹു സംരക്ഷിക്കും. അത്ര ഉറപ്പുള്ള ഒരു ദിമ്മത്ത് നമുക്ക് കിട്ടുന്നുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് പണ്ടത്തെ പോലെയല്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് 2 കണ്ണും കാണാത്ത സഹാബി വന്നിട്ട് റസൂലുള്ളാഹിയോട് ചോദിച്ചില്ലേ? അവിടെ പറഞ്ഞ എന്താ പറഞ്ഞത്? അണക്ക് ബാങ്ക് കേൾക്കുമോ? കേൾക്കുന്ന പറഞ്ഞേ. എന്റെ പേരക്കുട്ടി ഉറങ്ങും നബി. മാത്രല്ല എനിക്ക് ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്, ഇഴജന്തുക്കൾ ഉണ്ടാവില്ല. 3 സബബാണ് ഉമ്മ മക്തൂം റളിയല്ലാഹു അബ്ദുല്ലാഹി ഉമ്മ മക്തൂം റളിയല്ലാഹു പറഞ്ഞു. നബി അംഗീകരിച്ചു കൊടുത്തു. ബാങ്ക് കേൾക്കും അല്ലേ? അന്ന് ശാന്തമായ അന്തരീക്ഷത്തിൽ കുറെ ദൂരത്തേക്ക് ബാങ്ക് കേൾക്കും. ഇന്നോ അതിനേക്കാൾ ഉച്ചത്തിൽ കേൾക്കും. അന്നില്ലാത്ത എല്ലാ സൗകര്യമുണ്ട്. നിറല ടോർച്ചുണ്ട്, ഷെഡിൽ മോട്ടോർ സൈക്കിൾ ഉണ്ട്, കാറുണ്ട്, മക്കളുണ്ട്, ടാറിട്ട റോഡുണ്ട്, ഒക്കെ. നമ്മളെ നിസ്കാരം അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യമാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നന്നായി ചിന്തിക്കണം. അപ്പോ ഫറലായ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. സഹോദരിമാരെ, നിങ്ങൾ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലും വിളിക്കപ്പെടുന്ന ഒരു ഹദീസ് ഉണ്ട്. അതിൽ അള്ളാന്റെ റസൂൽ പറഞ്ഞെന്താരോ, അസ്സലാത്തു ഫി വഖ്തിഹാ, ആ പെണ്ണ് ബാങ്ക് കൊടുത്ത നിസ്കരിക്കുന്ന, ആ ബാങ്ക് കൊടുത്ത വക്തയില് ആ വക്തിലുള്ള നിസ്കരിക്കുന്ന. പക്ഷെ നിങ്ങളോ വക്തൊക്കെ കഴിഞ്ഞ് കുളി നനയൊക്കെ കഴിഞ്ഞിട്ട് ളുഹുർ അസ്റുമാട് ഒറ്റ സ്കാരം, ഒറ്റ ഒതുമ തീർക്കാലോ എന്ന് വിചാരിച്ച് നീട്ടാണ് കൊണ്ടുപോകും. അതിന്റെ ഇടയിൽ നിന്ന് മരിച്ചാൽ പണ്ട് വാതിലുണ്ടായിരുന്നില്ല, അടുപ്പിൽ ഊതണ്ടിന്ന്. ഇന്ന് അതൊക്കെ ഉണ്ടോ? ഇല്ല. ഗ്യാസ് സ്റ്റൗമ എല്ലാം നിങ്ങൾ ഇറങ്ങുന്നില്ല അല്ലേ? ഒക്കെ സൗകര്യല്ലേ? ഓഫ് ആക്കിട്ട് നിസ്കരിക്കണം. വാതിൽ കുറ്റിട്ട് ഞങ്ങൾ ആരും കൊണ്ടുപോകും. ബാങ്ക് കൊടുത്തോ എവിടെയാണെങ്കിലും ശുദ്ധിയായി വന്ന് നിസ്കരിക്കുക. എന്നിട്ട് ബാക്കി പഠിക്കുക. സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടും. എന്താ ഇങ്ങനെ പറയണറിയോ? നിങ്ങൾ വിചാരിക്കൂലേ നിങ്ങൾ ആർക്ക് വേണ്ടി ഈ തിരക്കൊക്കെ ഉണ്ടാക്കണേ? ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി അല്ലേ? നിങ്ങൾ മരിച്ചാണ് കടന്നാലേ 50 കൊല്ലങ്ങളെ കൂടെ കടന്ന ഭർത്താവ് പറയില്ല, ഓളവിടെ കിടക്കട്ടെ 50 കൊല്ലം എന്റെ കൂടെ ഇരുന്നു പറയില്ല. മൂപ്പര് പറയും എടുത്തോളി.
നിങ്ങൾ സ്വരുക്കൂട്ടി വെച്ച ആഭരണങ്ങളൊക്കെ അല്ലേ, നിങ്ങളെ വസ്ത്രങ്ങളില്ലേ, 2000, 5000, 3000 കൊടുത്ത് നിങ്ങൾ വാങ്ങിയ പർദ്ദകല്ലേ, ഒന്നും കൊടുക്കുന്നു. 3 കഷ്ടത്തുള്ളിൽ പൊതിഞ്ഞു വെക്കും. സ്നേഹനിധിയായ മക്കൾ പറയോ ഉമ്മ പോകല്ലേ? ഇല്ല, ഖബർ വരെ വരും. ആ മരിക്കണ സമയത്ത് ആ വേദനയിൽ മലക്കുൽ മൗത്തിനെ കാണുമ്പോ തിരക്കേറുന്നു, പടച്ചോനെ കുറച്ച് സമയം കൊണ്ടാ നിങ്ങൾ പറയും, തരൂലട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, നമ്മുടെ ജീവിതത്തിൽ ഈ വീടുകളെ പള്ളികളെ പോലെ ആക്കി സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. മൂന്നാമത്തെ ഒരു കാര്യം തരും, മക്കളോടൊപ്പം ഭാര്യമാരോടൊപ്പം നമ്മൾ സമയം ചെലവഴിക്കണം. എന്നിട്ട് അവർ കാണട്ടെ നമ്മുടെ ജീവിതം. ഈ ലിബർ സമൂഹത്തിലെ ഉപ്പമ്മാനോട് എങ്ങനെ ഒപ്പം ജീവിക്കുന്നത്, അത് കണ്ടിട്ട് വേണം മക്കൾ തീരുമാനിക്കാൻ. എനിക്കും ഇങ്ങനത്തെ ഒരു വിവാഹം വേണം, എനിക്കും ഇങ്ങനത്തെ ഒരു കുടുംബജീവിതം വേണം. അതിന് നമ്മൾ തയ്യാറാവണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് അടിമുടി പരിശോധിച്ചാൽ ചിലതൊക്കെ നമുക്ക് ഈ കേട്ടതിൽ നിങ്ങൾക്ക് തിരുത്താനുണ്ടാവും. ബാക്കിയൊക്കെ ഈ വയലിങ്ങനെ കേൾക്കുന്നല്ലേ നമ്മൾ സ്വീകരിക്കുന്നുണ്ടാവും. അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുടെ ഒരു കഥ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി ഒരിക്കങ്ങനെ ഇരിക്കാം, സഹാബത്തൊക്കെ ചുറ്റും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാം, ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ കുന്ന ജുലൂസൻ മഅ റസൂലില്ലാഹ്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കണം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യത്ലഉ അലൈക്കുമുൽ ആൻ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. ഇപ്പോ നിങ്ങളടുത്തേക്ക് ഒരാൾ ഇങ്ങനെ വരും, അയാള് സ്വർഗ്ഗാവകാശിയാണ്. ഫത്തലഅ റജുലുൻ മിനൽ അൻസാർ തൻതിഫു ലിഹ്യതുഹു മിൻ വുദൂഇഹി ഖദ തഅല്ലക നഅലൈഹി ഫി യദിഹി ശിമാൽ. തന്റെ ഇടത്തെ കൈയിലെ 2 ചെരുപ്പും പിടിച്ച് ഒളൂന്റെ വെള്ളം ഒറ്റി താടികൂടി ഇങ്ങനെ ഒറ്റിക്കൊണ്ട് ഒരു സാധു അൻസാരിയായ മനുഷ്യൻ ഇങ്ങനെ വന്നു. അയാൾ വരുന്നതിന് മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പൊ അയാളേക്ക് ഞങ്ങൾ സഹാബികളൊക്കെ ഇങ്ങനെ നോക്കി. ഒരു ദിവസം കഴിഞ്ഞു, പിറ്റേ ദിവസം റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾ വരും സ്വർഗാവകാശി. അപ്പോൾ ഇതേ കോലത്തിൽ ഈ അൻസാരി വന്നു. മൂന്നാമത്തെ ദിവസം റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾ വരും സ്വർഗാവകാശിയാണ്. അപ്പോഴും ഇതേ അൻസാരി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾക്കൊന്നുമില്ലാത്ത എന്തോ ഒരു പ്രത്യേകത ഇയാൾക്കുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത്ഭുതപ്പെട്ടു. അവർക്കൊക്കെ ഭയങ്കരതായി. സഹാബികളുടെ കൂട്ടത്തിൽ തബിഅഹു അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഇയാളെ പിന്നാലെ പോയി. അറബികളുടെ സംസ്കാരമുണ്ട്, 3 ദിവസം കഴിഞ്ഞിട്ട് എന്തിനെ വന്നു എന്ന് ചോദിക്കുള്ളൂ. 3 ദിവസം ഇദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചു. പ്രത്യേകിച്ച് ഞങ്ങളെക്കാട്ടിലും എന്താണ് ഇല്ല, അയാൾ രാത്രി ഉറങ്ങുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞപ്പോ എഴുന്നേൽക്കുന്നു, നിസ്കരിക്കുന്നു, കുറച്ച് കഴിഞ്ഞപ്പോ സുന്നത്ത് നിസ്കരിക്കുന്നു, പള്ളിയിലേക്ക് പോരും. അയാളെ തോട്ടത്തിൽ പണിക്ക് പോകുന്നു, ളുഹ്റാമ്പ് വരുന്നു. ആ വരുന്ന വരവാണ് ചെരുപ്പം പിടിച്ച് തടിയിൽ നനഞ്ഞ് പള്ളിക്ക് ഇങ്ങനെ വരും. അദ്ദേഹത്തോട് മൂന്നാമത്തെ ദിവസം അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ലാ അജിദു ഫീ നഫ്സി ലി അഹദി മിനൽ മുസ്ലിമീൻ. ഞങ്ങളൊക്കെ കൂട്ടത്തിൽ കാണാനല്ലാത്ത നിങ്ങളെടുത്ത് കാണാനല്ലോ, നിങ്ങൾക്ക് എന്താ പ്രത്യേകത? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളൊക്കെ ചെയ്യണമെന്നേ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാ അജിദു ഫീ നഫ്സി, ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കാറില്ല, ലി അഹദി മിനൽ മുസ്ലിമീന ഗിശ്ശാ, ഞാൻ ഒരു മുസ്ലിമായ മറ്റൊരു സഹോദരനെ കുറിച്ച് ഒരു വെറുപ്പ്, ഗിശ് എന്നാണ് വെറുപ്പ്, എനിക്കവനോട് ഒരു വെറുപ്പില്ല. ഒരു മുസ്ലിമായ മനുഷ്യരോട് ആരോടും എനിക്ക് വെറുപ്പില്ല. മറ്റൊന്നു കൂടി പറഞ്ഞു അദ്ദേഹം, വലാ അഹ്സുദു അഹദൻ അലാ ഖൈരിൻ അഅതാഹു അല്ലാഹു ഇയ്യാ, ഒരാൾക്ക് അല്ലാഹു എന്തെങ്കിലും നിഅമത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളോട് എനിക്ക് അസൂയയും ഇല്ല. 2 ഗുണം അദ്ദേഹം പ്രത്യേകം സൂക്ഷിക്കണതാ പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യൂല, എനിക്കൊരാളോടും അയാൾ എന്തൊക്കെ എന്നോട് പറഞ്ഞാലും എനിക്ക് വെറുപ്പില്ല. അയാൾക്ക് മുട്ടൊടുക്കും, ഞാൻ അയാളോട് വെറുപ്പ് വിചാരിച്ച് നടക്കൂല. കേൾക്കണം കേട്ടോ. ഞാൻ അയാൾക്ക് വേറൊരാൾക്ക് അല്ല എന്തെങ്കിലും നിഅമത്ത് കൊടുത്തു, എനിക്ക് അയാളുടെ അസൂയയിൽ അല്ല കൊടുത്തല്ലോ, കൂടുതൽ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഇത് കേട്ട ഉടനെ ഫഖാല അബ്ദുല്ലാഹി ഇബ്നു
അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകാട്ടോ നമ്മളെ പേടിപ്പിക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു, ഹാദിഹില്ലത്തി ബലഗത് ബിക് വഹിയല്ലത്തി ലാ താങ്കൾക്ക് സാധിച്ചതും ഞങ്ങൾക്ക് സാധിക്കാത്തതും അതാണ്. മനസ്സിലായോ? താങ്കൾക്ക് സാധിച്ചതും ഞങ്ങൾക്ക് സാധിക്കാത്തതും അതാണ്. ആരോടും ഒരു വെറുപ്പില്ല, വിദ്വേഷമില്ല എന്ന് പറയാൻ നമുക്ക് പറ്റണം. ആർക്കെങ്കിലും ഒരു നിഅമത്ത് വന്നാൽ ആ നിഅമത്ത് കൂടുതൽ വർദ്ധിപ്പിച്ചു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് ഉണ്ടാവണം. അവിടെ നമ്മുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടും, അവിടെ നമ്മുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെടും. അല്ലെങ്കിൽ സഹോദരങ്ങളെ, സ്വന്തം ഭാര്യക്ക് ഭർത്താവിനോട് ഇശ്ശ്, ഭാര്യക്ക് ഭർത്താവിനോട്, മാതാപിതാക്കളോട് മക്കൾക്ക്, തിരിച്ചും എളാപ്പ, മൂത്താപ്പ, ജ്യേഷ്ഠൻ, അനുജൻ, അയൽവാസി, സുഹൃത്ത്, സംഘടനാ പ്രവർത്തകൻ, ഭാരവാഹികൾ തമ്മിൽ ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിസ്സാര കാര്യത്തിന് വെറുപ്പും വിദ്വേഷവും അസൂയും പകയും എന്നിട്ട് താടി നീട്ടി വളർത്തി 25 കൊല്ലായി ഞാൻ അതിന്റെ കൂടെ എന്ന് പറയാം, സ്വർഗം കിട്ടൂലെന്നാ പറഞ്ഞു. ഞാൻ എന്നോട് പറഞ്ഞു കേട്ടോ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ് പ്രകാരം നമുക്ക് കിട്ടൂല. അതുകൊണ്ടേ നമ്മൾ നന്നായി പരിശ്രമിക്കണം. ഇത് ഇസ്ലാമികമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ ഒരു വലിയ ശത്രുവിനോടുള്ള യുദ്ധമാണ്. പിശാചെന്ന ശത്രുവിനോടുള്ള യുദ്ധമാണ് സംതൃപ്ത കുടുംബം എന്ന വാചകം. പിശാചിനെതിരെയുള്ള പോരാട്ടമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള തൗഹീദ്. അത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധിക്കണം. ഈ വിശ്വാസവും പവിത്രമായ ജീവിതവും ഉൾച്ചേരുമ്പോൾ നമ്മുടെ കുടുംബം സുന്ദരമായിരിക്കും, നമ്മുടെ ജീവിതം ദഅവത്ത് കൊണ്ട് ധന്യമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, മനുഷ്യരേ നാളെ നിങ്ങൾക്കൊരു ലോകമുണ്ട്, ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത്, നിങ്ങൾക്ക് മരണം വന്നെത്തിയാൽ അപ്പോൾ പറയും, ഖാല റബ്ബിർജിഊൻ, പടച്ചോനെ ഇന്നൊന്നും മടക്കിക്കൊണ്ട. അപ്പോൾ പറയണ വർത്താനം എന്താണോ, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയായിരുന്നു, ഇതൊക്കെ ഞങ്ങൾ എത്ര വട്ടം കേട്ടതെന്നറിയോ. ആ കേട്ട കാര്യങ്ങളൊക്കെ, ഞാൻ ഉപേക്ഷിച്ച കാര്യങ്ങളൊക്കെ ശരിക്ക് ചെയ്തിട്ട് പടച്ചോനെ തിരിച്ചു വരാട്ടോ എന്ന് അവൻ കരഞ്ഞ് കരഞ്ഞ് പറയും. അല്ലാഹുവിന്റെ വാക്കെന്താ, കല്ലാ, അല്ല കേട്ടോ, ഒരിക്കലും ഇല്ല, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് പറയണോന്റെ ഒരു വെറും വർത്താനാണ്, വെറും വർത്താനം, ഒരു ഉപകാരമില്ലാത്ത വർത്താനം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ നീണ്ടു നിൽക്കുന്ന ഖബറിലെ ജീവിതം ഉണ്ടടോ നിനക്ക്. ഈ പറഞ്ഞ വാക്കൊക്കെ നോക്കി നിങ്ങൾ, ഞങ്ങൾ കേട്ട് മനസ്സിലാക്കി ചെയ്യാലോ എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച അമലൊക്കെ ചെയ്തു വരാൻ അല്പസമയം കൊണ്ട് റഹ്മാനെ എന്ന് കരയുന്നൊരു നിമിഷം നമുക്ക് വരാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്നായി ശ്രദ്ധിച്ച് പഠിച്ച് ജീവിതത്തിൽ വിലയിരുത്തി നമുക്ക് മുന്നോട്ട് പോകണം. പരലോകാണ് എന്നുണ്ടാവുക, അതേ അവശേഷിക്കുള്ളൂ. നാം നരച്ചുപോയി, നാം തളർന്നുപോയി, മുട്ടിൻ കാലുകൾ വേദന തുടങ്ങി, ഇനി കുറച്ച് കാലേ മുന്നോട്ട് പോകാനുള്ളൂ. മരണം സമീപസ്ഥമാണ്. ഏറ്റവും അടുത്ത കൂട്ടുകാരൻ മരണമാണ്. ആ മരണത്തെ സൂക്ഷിച്ച്, അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഏറ്റവും നന്നായി ഉപദേശകൻ മരണമാണ്. ആ മരണത്തെ ഓർത്തുകൊണ്ട് നമ്മൾ ജീവിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ ക്ലാസ് 20 വർഷത്തിന് മുകളിൽ ഇവിടെ നടക്കുന്ന ഒരു സംവിധാനമാണ് അല്ലേ. ഇത് തുടങ്ങി വെച്ച കുറേ നല്ല മനുഷ്യന്മാരുണ്ട് അല്ലേ. കുറെ ആളുകൾ ഖബറിലാണ്, അവർക്ക് ഇതിന്റെ കൂലി കിട്ടിക്കൊണ്ടിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കുറെ ആൾക്കാർക്ക് ഇപ്പോ ഇതിന് മുമ്പേ നടന്നു പോയ കുറെ ആൾക്കാരുണ്ടാവും, അപ്പോൾ വരാൻ പറ്റാത്തവരുണ്ടാവും. ഞാൻ ഈ ക്ലാസിന്റെ വലുപ്പം കണ്ടപ്പോൾ പറഞ്ഞു സഹോദരങ്ങളെ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളൊക്കെ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിന് അള്ളാഹു ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ.
രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം സഹോദരങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ, മനസ്സമാധാനം നൽകുമാറാവട്ടെ, അത് മുഖേന അവർക്ക് സ്വർഗം ലഭിക്കുമാറാവട്ടെ. അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന, ധനം ചെലവഴിക്കുന്ന, പണം ചെലവഴിക്കുന്ന ബന്ധുക്കളുണ്ട്, അയൽവാസികളുണ്ട്, കുടുംബങ്ങളുണ്ട്. അവർക്ക് അള്ളാഹു നിഅമത്തും ബർക്കത്തും വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ. നമ്മുടെ സമൂഹത്തിന് ഒറ്റപ്പെടലുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, അവരിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. ദീൻ അറിഞ്ഞതിന് ശേഷം, ഈ നിഅമത്ത് ലഭിച്ചതിന് ശേഷം മൂടിവെക്കുന്ന ഹതഭാഗ്യരിൽ നിന്ന് അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ. ഈ തൗഹീദിനു വേണ്ടി, ഈ പരിശുദ്ധമായ ദീനിനു വേണ്ടി തന്നാൽ കഴിയും വിധം ആത്മാർത്ഥമായി അധ്വാനിക്കുകയും അതിന്റെ വിയർപ്പ് കണങ്ങളോട് കൂടി നാഥനെ കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉണർന്നിരിക്കുന്ന ഓരോ സമയത്തും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുവാനും ദിക്റുകൾ വർദ്ധിപ്പിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. നമ്മുടെ ദഅവ പദ്ധതികളെ അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹു ഇസ്സത്ത് നൽകുമാറാവട്ടെ. അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ സമാധാനത്തോടു കൂടി ജീവിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.